നമ്മുടെ മെഗാ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അതിൽ സെക്കൻഡ് ഇയർ ബാച്ചസിൻ്റെ +2 ബാച്ചസിൻ്റെ മെഗാ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് തന്നെ പെട്ടെന്ന് മൂവ് ചെയ്യാം. The question says, two equal point charges, each of 3 microcoulomb, are separated by a certain distance in meters. If they are located at I cap plus j cap plus k cap and 2 I cap plus 3 j cap plus 3 k cap, then the electrostatic force between them is. നോക്കൂ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് വേണ്ടതെങ്കിൽ k × Q1 Q2 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. Q1 ഉം Q2 ഉം ഇൻഡിവിജ്വൽ ചാർജസിൻ്റെ മാഗ്നിറ്റ്യൂഡുകളാണ്. r അതിൻ്റെ സെപ്പറേഷനാണ്, ഈ ചാർജസ് തമ്മിലുള്ള സെപ്പറേഷനാണ്. ആൻഡ് k you know is 9 × 10⁹ in SI units. Now, so we have 9 × 10⁹ here. And then we need Q1 Q2. നോക്കൂ, രണ്ട് ചാർജും ഐഡന്റിക്കൽ ആണ്, രണ്ട് ചാർജും 3 മൈക്രോകൂളോം തന്നെയാണ്. സോ വി ഹാവ് 3 × 10⁻⁻6 multiplied with again 3 × 10⁻⁻6 and that divided by separation square ആണ് നമുക്ക് പിന്നെ വേണ്ടത്. Now how do you find the separation? നോക്കൂ, രണ്ട് പോയിന്റ്സിൻ്റെയും, ഈ ചാർജ് വെച്ചിരിക്കുന്ന രണ്ട് പോയിന്റ്സിൻ്റെയും പൊസിഷൻ വെക്ടേഴ്സ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ വെക്ടർ കാണാൻ പറ്റും, അല്ലെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കാണാൻ പറ്റും, അതിൻ്റെ മാഗ്നിറ്റ്യൂഡും കാണാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരാളുടെ പൊസിഷൻ I cap plus j cap plus k cap ആണ്, മറ്റേ ആളത് 2 I cap plus 3 j cap plus 3 k cap ആണ്. So the difference between these two position vectors will be I cap plus j cap or 2 j cap plus 2 k cap. ഒരു പൊസിഷൻ വെക്ടർ നിന്ന് മറ്റേ പൊസിഷൻ വെക്ടർ മൈനസ് ചെയ്തതാണ്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വരിക മോഡുലസ് ഓഫ് this will be, or this is actually r വെക്ടറിന്റെ മോഡുലസ് വരിക will be root of 1 square plus 2 square plus again 2 square, and that will be root of 9 here. So idana modulus of r vector, and so r square will basically be 9 thaneyanu variya. Meters lanu question il paranjittundu. So we'll replace r square here with 9. So all what remains is simplification. 9 cancel off ചെയ്യും. പിന്നെയും മുകളിൽ ഒരു 9 ഇരിക്കുന്നുണ്ട്. 3 × 3 10ന്റെ പവേഴ്സ് നോക്കുന്ന സമയത്ത് 10⁻⁻12 ഉണ്ട് മുകളിൽ, and there is also 10⁻⁹ and that is 10⁻⁻3 will be remaining. So force ന്റെ വാല്യൂ വരിക 9 × 10⁻⁻3 ന്യൂട്ടൺസ് ആണ്. So the correct answer will be option B, 9 × 10⁻⁻3 Newton. So that is how we solve the first question. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Now, an electric dipole consists of two opposite charges, each of 0.05 microcoulomb, separated by 30 millimeters. The dipole is placed in a uniform external electric field of 10⁶ Newton per coulomb. The maximum torque exerted by the field on the dipole is. Torque vector കാണാനുള്ള equation is P cross E. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വെക്ടറാണ് ഈ വെക്ടർ, ഡൈപോൾ മൊമെന്റ് വെക്ടറാണ് പി വെക്ടർ. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക, ടോർക്ക് വെക്ടറിൻ്റെ മോഡുലസ് വരിക ഓഫ് കോഴ്സ് PE sin θ ആയിരിക്കും. നൗ ഫോർ എ ഗിവൺ ഡൈപോൾ ഇൻ എ ഗിവൺ ഇലക്ട്രിക് ഫീൽഡ് θ 90° ആകുമ്പോഴാണ് ഈ വാല്യൂ മാക്സിമം വരിക. സോ ദാറ്റ് മാക്സിമം വാല്യൂ വിൽ ബി PE, കാരണം θ 90 ആവുന്ന സമയത്ത് sin 90 1 ആവുന്നതുകൊണ്ട് ആ മാക്സിമം വാല്യൂ ടോ മാക്സ് പോസിബിൾ ദയർ, ദ വാല്യൂ ഓഫ് maximum torque possible there will be PE. Now ഈ ഇവിടെ ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്, പക്ഷേ P ഇനി കണ്ടുപിടിക്കേണ്ടതുണ്ട്. P ന്റെ മോഡുലസ് will be either one charge multiplied with the separation between the charges. ഡൈപോൾ അങ്ങനെയാണ് നമ്മൾ P വെക്ടറിന്റെ മോഡുലസ് കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വെക്ടർ കണ്ടുപിടിക്കുക അങ്ങനെയാണ്. അപ്പം either one charge എത്ര വരും? 0.05 × 10⁻⁻6 0.05 മൈക്രോകൂളോംബ് ആണ്. അതുകൊണ്ട് that multiplied with 30 millimeter, SI എടുക്കുക എല്ലാ ദൂരവും, സെപ്പറേഷൻ ബിറ്റ്വീൻ ദ ചാർജസ് 30 millimeter ആയതുകൊണ്ട് 30 × 10⁻⁻3 മീറ്റേഴ്സ് എടുക്കും. ദിസ് ഇസ് പി വെക്ടർ, ആൻഡ് ഈ വെക്ടറിന്റെ മോഡുലസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ദാറ്റ് ഇസ് 10⁻⁶ ആണ്, ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ ഇൻ SI യൂണിറ്റ്സ്. അപ്പോൾ വേറെ കൺവേർഷൻസ് ഒന്നും ഇനി ആവശ്യമില്ല. സോ PE ആണ് നമുക്ക് വേണ്ട ആൻസർ. ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0.05 × 10⁻⁻6 മൾട്ടിപ്ലൈഡ് വിത്ത് 30 × 10⁻⁻3. Now, multiplying the powers of 6, we have
And again, there is e vector multiply the ketandinte kude. Appo there is 10 raised to 6 kude inde kude any multiply and sorry about that. Now, so 10 in the power 6 cancel either povum, and then we have 0.05 into 30, that will be 30 or 3 into 0.5, that is 1.5. 1.5 into 10 raised to minus 3 and answer varia. 1.5 into 10 raised to minus 3. That is the final answer. Now, the option C is the correct one. Now, we'll move on to the next question. The number of electrons in 1 coulomb of charge will be. നോക്കൂ, 1 coulomb ചാർജിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന ചോദ്യം. അപ്പം നമുക്കൊരു ബേസിക് യൂണിറ്ററി മെത്തേഡിൽ ഇത് ചെയ്യാൻ പറ്റും. മൊത്തം ചാർജ് 1 coulomb ആണ്. ആൻഡ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ് E is equal to 1.6 into 10 raised to minus 19 coulombs ആണ്. So you know that Q is equal to NE. The quantization of charge in the idea Q is equal to plus or minus NE ആണ് കുറച്ചുകൂടെ accurate ആയിട്ടുള്ള equation. Quantization of charge എന്ന് വരുന്ന equation ആണിത്. So if you need to find N, that is the number of electrons involved in 1 coulomb charge, you just have to divide 1 coulomb with the charge of 1 electron, that is 1.6 into 10 raised to minus 19 coulombs. And this, when you simplify, you will get a value that is close to 6.25 into 10 raised to 18, and the correct option will be option B. Now, moving on to the next question. Two charged spheres of radii R1 and R2 having equal surface charge density. Okay, the ratio of their potential is. രണ്ട് ചാർജ് സ്ഫിയേഴ്സ് ഉണ്ട്. സിഗ്മ രണ്ടാൾക്കും സെയിം ആണെന്നാണ് പറയുന്നത്. സിഗ്മ സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. നൗ പൊട്ടൻഷ്യലിന്റെ റേഷ്യോ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. So we need to find V1 divided by V2. V, you know, is KQ by R. So V1 will be KQ1 by R1 and V2 will be KQ2 divided by R2. On simplification, V1 by V2, which is the ratio that we need, will be Q1 divided by Q2 multiplied with R2 divided by R1. Now, this simplification is but the problem is we need the answer in terms of radii, the ratio of the radii. We need to find what Q1 and Q2 is. Now, first sphere, second sphere, sigma exactly same. ആദ്യത്തെ റേഡിയസ് R1 ആണ്, രണ്ടാമത്തെ റേഡിയസ് R2 ആണ് നമുക്കറിയാം. അപ്പോൾ ഈ R1 റേഡിയസ് ഉള്ള സ്ഫിയറിൽ എത്ര ചാർജ് ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ സർഫസ് ഏരിയ ഇൻറ്റു സർഫസ് ചാർജ് ഡെൻസിറ്റി ആണ്. ദാറ്റ് ഇസ് 4 pi R1 സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് സിഗ്മ ആണ്. ദിസ് വിൽ ബി Q1 ആൻഡ് Q2 വിൽ ബി സിമിലർലി 4 pi R2 സ്ക്വയർ ഇൻറ്റു സിഗ്മ, വിച്ച് മീൻസ് Q1 by Q2 എന്ന് പറയുന്നത് Q1 by Q2 will be R1 square divided by R2 square. So we have R1 square divided by R2 square, which is Q1 by Q2, and then we have R2 divided by R1 remaining there in that equation. The cancel off in a samayatha very clearly, you know that what will remain is R1 divided by R2. So the correct answer is R1 divided by R2, and option A is the correct one. Now, moving on to the next question. The electric potential at a point on the axis of an electric dipole depends on the distance r of the point from the dipole as. Now, ഒരു ഡൈപോൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു മൈനസ് ക്യൂ ഉണ്ടാവും, ഇവിടെ ഒരു പ്ലസ് ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ഡൈപോളിൻ്റെ സെൻറ്റർ കറക്റ്റ് ഇവിടെയാണ്. ആ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിൽ ഒരു ആർ ഡിസ്റ്റൻസ് എവേ ഉള്ളൊരു പോയിന്റ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പോയിന്റ് ചാർജുകൾ കാരണമുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ സമ്മേഷൻ ആയിരിക്കും, ഓൾജിബ്രിക് സം ആയിരിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ മൈനസ് ക്യൂ ചാർജ് കാരണം ഈ പോയിന്റിൽ എത്ര ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ചോദിച്ചാൽ സിംപ്ലി കെ ക്യൂ ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ ആണ് അതിൻ്റെ വാല്യൂ വരിക. ആൻഡ് ദാറ്റ് വിൽ ബി ഇൻ വിത്ത് എ നെഗറ്റീവ് സൈൻ. സോ വി ഹാവ് മൈനസ് കെ ക്യൂ ബൈ സെപ്പറേഷൻ ചോദിച്ചാൽ ഇത് എ ആണ്, ഇത് എ ആണ്. ഡൈപോളിന്റെ സെപ്പറേഷൻ 2a ആണ് നമ്മൾ കൺവെൻഷനലി എടുക്കാറ്. അപ്പം അങ്ങനെയാണെങ്കിൽ ദിസ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ പോയിന്റ് പി ആൻഡ് യുവർ മൈനസ് ക്യൂ ചാർജ് വിൽ ബി ആർ പ്ലസ് എ. സോ യു ഹാവ് മൈനസ് കെ ക്യൂ ബൈ ആർ പ്ലസ് എ. ആൻഡ് ദെൻ വി ഹാവ് പ്ലസ് രണ്ടാമത്തെ ഈ പ്ലസ് ക്യൂ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ, ദാറ്റ് വിൽ ബി കെ ക്യൂ ഡിവൈഡഡ് ബൈ
ആർ മൈനസ് എ. ഈ ആർ പ്ലസ് എയും ആർ മൈനസ് എയും കിട്ടുന്നത് എങ്ങനെയെന്ന് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. നൗ വി ഹാവ് ടു ഡു ദ സമേഷൻ ഹിയർ ആൻഡ് ദാറ്റ് വിൽ ബി കെ ക്യൂ ഇൻറ്റു 1 by r minus a minus 1 by r plus a. Now LCM എടുക്കുന്ന സമയത്ത് we have kq പുറത്തുണ്ടാവും, താഴെ r minus a into r plus a ആണ് LCM വരിക. So we have a plus b into a minus b, r square minus a square ഉണ്ടാവും താഴെ, and on top we have r plus a minus r minus a. And that on simplification will give us kq into 2a divided by r square minus a square. Now ഇനി ഇവിടെ ഇഷ്ടംപോലെ മാനിപ്പുലേഷൻസ് പോസിബിൾ ആണ്. പക്ഷെ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കുക, ഈ ക്വസ്റ്റ്യൻ തന്നെ വളരെ ക്ലിയർ ആണ്. ഷോർട്ട് ഡൈപോളിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത്. ഷോർട്ട് ഡൈപോൾ ആവുമ്പം വിത്ത് റെസ്പെക്ട് ടു ആർ സ്ക്വയർ വി കൻ നെഗ്ലെക്ട് എ സ്ക്വയർ. എ സ്ക്വയർ നമുക്ക് ഡിസ്കാർഡ് ചെയ്യാം. എ സ്ക്വയർ ഏതെന്നെ ഒരു വളരെ ചെറിയ വാല്യൂ ആണ് കമ്പയർഡ് വിത്ത് ആർ. അപ്പം എ സ്ക്വയർ വളരെ ചെറിയ വാല്യൂ ആയിരിക്കും. വി കൻ ഡിസ്കാർഡ്, വി കൻ ഡ്രോപ്പ് എ സ്ക്വയർ. അങ്ങനെ ആവുമ്പോൾ ഇറ്റ്സ് വെരി ക്ലിയർ ദാറ്റ് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഇസ് പ്രൊപ്പോർഷണൽ ടു 1 by r square. ആക്സിയൽ ലൈനിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഫോർ എ ഷോർട്ട് ഡൈപോൾ ഇസ് പ്രൊപ്പോർഷണൽ ടു 1 by r square. അതുകൊണ്ട് വി ഹാവ് ദി ആൻസർ ആസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് 1 by r square. We have question number 6 as the energy stored in a condenser of capacity C which has been raised to a potential V is given by. നോക്കൂ, നമ്മളെടുത്തൊരു കപ്പാസിറ്റർ ഉണ്ട്, കപ്പാസിറ്റി സി ആണ് അതിനുള്ളത്. അതിലൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഞാൻ സപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റർ ഫുള്ളി ചാർജ് ആവുമ്പോൾ ജസ്റ്റ് ഇമാജിൻ ദർ ഇസ് ക്യാപിറ്റൽ ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഇൻ ഇറ്റ്. അതാണ് അതിൽ കയറാവുന്ന മാക്സിമം ചാർജ് എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പ്രോസസ്സിൽ കപ്പാസിറ്ററിൽ സ്റ്റോർഡ് ആവുന്ന ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇത്രയും ചാർജ് അതിൽ നിറയ്ക്കാൻ എക്സ്റ്റേണൽ സോഴ്സ് ചെയ്യുന്ന വർക്കാണ്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ഏതോ ഒരു ഇൻസ്റ്റൻറ്റിൽ ഈ കപ്പാസിറ്ററിൻ്റെ അകത്ത് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ചാർജ് സ്മോൾ ക്യൂ ഉണ്ടെന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ കപ്പാസിറ്റർ റേസ്ഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ഡാഷ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആൻഡ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദിസ് കപ്പാസിറ്റർ ഇസ് സി. അങ്ങനെയാണെങ്കിൽ ആ ഒരു സമയത്ത് ഒരു ഡി ക്യൂ ചാർജ് കൂടെ ഇതിലേക്ക് ഇനി ആഡ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുന്നത് വി ഡാഷ് ഇൻറ്റു ഡി ക്യൂ ആണ്. ദി എമൗണ്ട് ഓഫ് ചാർജ് ടു ബി ആഡഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ പൊട്ടൻഷ്യൽ ടു വിച്ച് ദ കപ്പാസിറ്റർ ഇസ് നൗ റേസ്ഡ്. അപ്പം അങ്ങനെ ആവുമ്പം ദിസ് ഇസ് ആക്ച്വലി വാട്ട് യു കോൾ ഡി ഡബ്ല്യു, സ്മോൾ എമൗണ്ട് ഓഫ് വർക്ക് ടു ഡു ദാറ്റ്. ആ വി ഡാഷ് എന്ന് പറയുന്നത് ആ സമയത്തുള്ള കപ്പാസിറ്ററിൻ്റെ പൊട്ടൻഷ്യൽ ആണെങ്കിൽ വി ഡാഷ് വിൽ ബി ഗിവൺ ബൈ സ്മോൾ ക്യൂ ബൈ സി. So this is basically dW is basically small q by c into dq. അങ്ങനെയാണെങ്കിൽ the total work in charging the capacitor from 0 to capital Q will be integral 0 to capital Q q dq divided by c. 1 by c പുറത്തേക്ക് കൊണ്ടുപോവുക. 1 by c പുറത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം q dq ചെയ്യുമ്പോൾ you will have q square by 2 വരും. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് യു വിൽ ഹാവ് ക്യൂ സ്ക്വയർ, ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. സോ ബേസിക്കലി ദി ആൻസർ ഇസ് ഹാഫ് ഇൻറ്റു ക്യൂ സ്ക്വയർ ബൈ സി. ബട്ട് യു നോ ദാറ്റ് ക്യൂ ഇസ് ഈക്വൽ ടു സി വി ആയതുകൊണ്ട് ദിസ് ബിക്കംസ് ഹാഫ് ഇൻറ്റു സി സ്ക്വയർ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി, ദാറ്റ് ഇസ് ഹാഫ് സി വി സ്ക്വയർ. സോ ഫൈനൽ ആൻസർ ഇസ് ഹാഫ് സി വി സ്ക്വയർ. നമുക്ക് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആൻസർ കൂടിയാണ്. നമ്മൾ ആ ഡേറ്റ നേരത്തെ പഠിക്കുന്നതാണ്. ഹാഫ് സി വി സ്ക്വയർ ആണ് എനർജി സ്റ്റോറിൻ്റെ കപ്പാസിറ്റർ എന്നുള്ളത്. അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A spherical drop of capacitance 1 microfarad is broken into 8 drops of equal radius. Then the capacitance of each small drop is. നോക്കൂ, ഒരു വലിയ ഡ്രോപ്പ് ഉണ്ട്. ആ വലിയ ഡ്രോപ്പിൻ്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിച്ചോളൂ. ഇതിനെ 8 ചെറിയ ഡ്രോപ്പാക്കി, ഈച്ച് ഓഫ് റേഡിയസ് സ്മോൾ ആർ. വലിയ ഡ്രോപ്പിൻ്റെ കപ്പാസിറ്റൻസ് 1 മൈക്രോഫാരഡ് ആണെങ്കിൽ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ചെറിയ ഡ്രോപ്പിൻ്റെ കപ്പാസിറ്റൻസ് സ്മോൾ സി ഓർ യു ക്യാൻ കോൾ ഇറ്റ് സി ഡാഷ്. സി എന്നുള്ളത് 1 മൈക്രോഫാരഡ് ആണെങ്കിൽ സി ഡാഷ് എത്രയാണെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. Now capacitance of a spherical body is given by 4 pi epsilon naught r. ഇതെങ്ങനെ കിട്ടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സി ഇസ് ഈക്വൽ ടു ക്യൂ ബൈ വി. സോ ഒരു ക്യൂ എമൗണ്ട് ഓഫ് ചാർജ് ഒരു സ്ഫെറിക്കൽ അറേഞ്ച്മെന്റിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ വി ആണെങ്കിൽ ദാറ്റ് വി പൊട്ടൻഷ്യൽ വിൽ ബി ഈക്വൽ ടു 1 by 4 pi epsilon naught into capital Q by R. You divide this, you do this operation,
Finally, what you get is C is equal to 4 pi epsilon naught R. Now, that tells you that C is proportional to R. ഒരു സ്ഫെറിക്കൽ അറേഞ്ച്മെൻറ്റിൻ്റെ സ്ഫെറിക്കൽ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C പ്രപ്പോർഷണൽ ടു R ആണ്. അപ്പം അങ്ങനെയാവുമ്പോൾ C dash by C can be equal to small r divided by capital R. A proportionality ഉണ്ട്. Now, so C dash is equal to small r divided by capital R into C. This is how you solve it. Now, you need a ratio between small r and capital R. Small r to capital R ratio വേണ്ടത്. നമുക്കറിയാം ഒരു വലിയ ഡ്രോപ്പ് സ്പ്ലിറ്റ് ആയിട്ടാണ് 8 ചെറിയ ഡ്രോപ്പ് ഉണ്ടായത്. വോളിയം കോൺസർവേഷൻ ഇസ് ദ കീ ടു സോൾവിങ് ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതെങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. 4/3 pi r ക്യൂബ് എന്നുള്ള വോളിയം ആണ്. That is what made 8 into 4/3 pi small r cube. നോക്കൂ, ആ ചെറിയ ഡ്രോപ്പുകളുടെ വോളിയം ആഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വലിയ ഡ്രോപ്പിന്റെ വോളിയമാണ് കിട്ടുന്നത്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. 4/3 pi 4/3 pi രണ്ട് ഭാഗത്തും പോയി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ആർ ക്യൂബ് ഇസ് ഈക്വൽ ടു സ്മോൾ ആർ ക്യൂബ് ഇൻറ്റു 8 വരും. ക്യൂബ് റൂട്ട് എടുക്കുന്ന സമയത്ത് വാട്ട് വി ഗെറ്റ് ഹിയർ ഇസ് ക്യാപിറ്റൽ ആർ ഇസ് ഈക്വൽ ടു 2 times r ആണ് വരിക. അപ്പം അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ആക്ച്വലി റീപ്ലേസ് ദിസ് ക്യാപിറ്റൽ ആർ വിത്ത് 2 times സ്മോൾ ആർ. അങ്ങനെയാണെങ്കിൽ സി ഡാഷ് വിൽ ബി ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ 2r ഇൻറ്റു സി, which is basically 1/2 into C. C you know is 1 microfarad. 1/2 of 1 microfarad is basically 1/2 microfarad. So C is the correct answer. Now we'll move on to the next question. Now, 4 equal capacitors, each of capacity C, are arranged as shown. The effective capacitance between A and B is. നോക്കൂ, ഈ അറേഞ്ച്മെൻറ്റിനെ നമുക്ക് ഫർദർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. നോക്കൂ, ഈ രണ്ട് കപ്പാസിറ്റേഴ്സും പാരലലാണ്. When two capacitors are parallel, the effective capacitance is the sum of their individual capacitances. So we have the circuit redrawn as ഒരു കപ്പാസിറ്റർ സി ആദ്യമേ ഉണ്ട്. ഈ സിയും സിയും പാരലൽ ആയതുകൊണ്ട് ദാറ്റ് അമൗണ്ട്സ് ടു 2C. C plus C 2C. അത് രണ്ടും സീരീസാണ്. താഴത്തെയുള്ള ആമിൽ ഒരു കപ്പാസിറ്റർ വേറെ ഇരിക്കുന്നുണ്ട്. That is again C. This is point A and point B respectively. Now, C യും 2C യും പാരലൽ ആണ്. അപ്പോൾ ആ കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് C effective will be C1 C2 by C1 plus C2. അപ്പോൾ ഈ കേസിൽ ഇതിനെ റീപ്ലേസ് ചെയ്യാൻ we have equivalent capacitance as C into 2C divided by C plus 2C, that is 3C, which gives 2/3C. So we have upper armനെ മൊത്തം റീപ്ലേസ് ചെയ്യാൻ പറ്റും with 2/3C. ലോവർ ആമിനെ റീപ്ലേസ് ചെയ്യാം, ഓർ റീപ്ലേസ് ചെയ്യേണ്ട കാര്യമില്ല, ഇറ്റ്സ് ഓൾറെഡി C. സോ ഇത് രണ്ടും പാരലലാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിൽ ബി ഈക്വൽ ടു C effective will be equal to 2C/3 plus C, and that is 5C/3. 5C/3 option C is the correct answer. We will now move on to the next question. Now, consider a uniform electric field E is equal to 3 into 10 raised to 3 I cap Newton per Coulomb. What is the flux of this field through a square of side 10 centimeters if the normal to its plane makes an angle 60 degree with the x-axis? Now, ഇലക്ട്രിക് ഫീൽഡ് എലോങ് ദി എക്സ് ആക്സിസ് ആണെന്നുള്ളത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, കാരണം വെക്ടർ തന്നിട്ടുണ്ട്. ഐ ക്യാപ് ഡിറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഉള്ളത്. സോ ദിസ് ഇസ് ദ ഡിറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. നൗ, നോർമൽ ടു ദ പ്ലെയിൻ ഈസ് മേക്കിംഗ് എൻ ആംഗിൾ 60 ഡിഗ്രി വിത്ത് ദി എക്സ് ആക്സിസ്. അപ്പോൾ ആ നോർമൽ ടു ദ പ്ലെയിൻ ഇങ്ങനെയാണ്. ഇതാണ് പ്ലെയിൻ എങ്കിൽ ആ പ്ലെയിൻ്റെ നോർമൽ ഇതാ 60 ഡിഗ്രി വിത്ത് ദി എക്സ് ആക്സിസ് ആണ് ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. സോ ബേസിക്കലി to find electric flux here in this case, what we need to do is to find E dot A, or which is basically EA into cos theta, where theta is the angle between the area vector, which is this normal here, which is in the direction of this normal here, and the electric field intensity vector. So theta 60 degree ആണ് നമുക്ക് ഇവിടെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. ഇന്റെ വാല്യൂ അറിയാം. എന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഏരിയ ആണ്. ഒരു സ്ക്വയർ സൈഡ് ആണല്ലോ തന്നിരിക്കുന്നത്. അപ്പോൾ 10 സെന്റിമീറ്റർ ആണ് അതിന്റെ സൈഡ് എങ്കിൽ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ഹോൾ സ്ക്വയർ ആയിരിക്കും. ദാറ്റ് ഇസ് ദ ഏരിയ എ വിൽ ബി ഹാവിംഗ് എ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഇസ് 10 into 10 raised to -2 ഹോൾ സ്ക്വയർ ആയിരിക്കും. ഓർ ബേസിക്കലി
0.1 square is 0.01 here on area area, and E is 3 into 10 raised to 3. And cos theta is cos 60, and that is 1 by 2. So we have electric flux phi E given by 3 into 10 raised to 3 multiplied with 0.01 multiplied with 1 by 2. So we have 1.5 here. In 10 in the powers matram deal ചെയ്താൽ മതി. That is you have 10 raised to minus 2 and 10 raised to 3, that is 10. So the answer will be 1.5 into 10, or that is basically 15 Newton per coulomb meter square, and that is option B. So option B is the correct answer. Now, moving on to the next question. An electron moving with the speed 5 into 10 raised to 6 meter per second is shooted or is shot parallel to the electric field of intensity 1 into 10 raised to 3 Newton per coulomb. Field is responsible for the retardation of motion of electrons. Now evaluate the distance travelled by the electron before coming to rest for an instant. Mass of the electron തന്നിട്ടുണ്ട്, charge of the electron തന്നിട്ടുണ്ട്. Now ഒരു കാര്യം ആലോചിച്ച് നോക്കുക, ഒരു ഇലക്ട്രോൺ ഇതാ ഇങ്ങനെ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. It is travelling with a certain velocity v എന്ന് വിചാരിക്കുക. When an electric field is switched on and that electric field opposes the motion of this charged particle, a electric field constant ആണ്. ഇവിടെ തന്നിട്ടുണ്ട്, ഇതാ electric field is given here. It's a constant electric field. ആ കോൺസ്റ്റന്റ് ഇലക്ട്രിക് ഫീൽഡ് ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യും ഈ പറയുന്ന ഇലക്ട്രോണിന്റെ മുകളിൽ. ആ കോൺസ്റ്റന്റ് ഫോഴ്സ് ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷൻ ഉണ്ടാക്കും. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ പാർട്ടിക്കിൾ ഹാസ് എ വെലോസിറ്റി ടു വൺ ഡയറക്ഷൻ, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് അതിനൊരു ആക്സലറേഷൻ എ ഉണ്ട്. ആൻഡ് അറ്റ് സം പോയിന്റ് ഇറ്റ് വിൽ കം ടു റെസ്റ്റ്. ഈ കേസിൽ എത്ര ദൂരം ട്രാവൽ ചെയ്യും ഇത് റെസ്റ്റിലാവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈനമെറ്റിക്സിലെ ഇക്വേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യാനുള്ളത്. സിൻസ് ഇറ്റ് ഇസ് എ കേസ് ഓഫ് യൂണിഫോം ആക്സലറേഷൻ, വി ഹാവ് v square is equal to u square plus 2as എന്നുള്ള ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കുക. ആൻഡ് s is what we need to find out. a നമുക്ക് കണ്ടുപിടിക്കാനുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഫൈനലി റെസ്റ്റിലാവേണ്ടതുള്ളത് കൊണ്ട് v square will be 0 and u is the initial velocity of that particular particle. And then since acceleration is against the direction of velocity, we have minus 2as. We put minus a in the place of a. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. സോ ബേസിക്കലി എസ് ഇസ് ഈക്വൽ ടു യു സ്ക്വയർ ബൈ 2a ആണ് ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുക. അതാണ് നമ്മുടെ സൊല്യൂഷൻ ആയിട്ട് വരിക. ഇനി ആകെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യു നമുക്കറിയാം, എ കണ്ടുപിടിക്കണം. Now what is a? ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു ബോഡിയുടെ മുകളിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് ക്യൂ ആണെങ്കിൽ QE ആയിരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. സോ QE ബൈ എം ആയിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ. സോ അങ്ങനെയാണെങ്കിൽ എക്ക് ഒരു വാല്യൂ ഇവിടെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് വിൽ ബി QE ബൈ എം. സോ എസ് വിൽ ഹിയർ ബി ഈക്വൽ ടു യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു QE ഡിവൈഡഡ് ബൈ എം. ഇത് റീഅറേഞ്ച് ചെയ്യുമ്പോൾ യു ഹാവ് യു സ്ക്വയർ എം ഡിവൈഡഡ് ബൈ 2 QE ആണ് വരിക. നൗ വി ക്യാൻ ജസ്റ്റ് അറേഞ്ച് ദ വാല്യൂസ് ഹിയർ. സോ യു എന്നുള്ളത് വരിക, ഇതാണ് ഫൈനൽ ആൻസർ വരേണ്ടത്. യു എന്നുള്ള വാല്യൂ വരിക ഇനിഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഇസ് 5 ഇൻറ്റു 10 റേസ് ടു 6 ഹോൾ സ്ക്വയർ വരും, യു സ്ക്വയർ വരിക. ആൻഡ് എം വിൽ ബി തന്നിട്ടുണ്ട് 9 ഇൻറ്റു 10 റേസ് ടു മൈനസ് 31 ആണ് എടുക്കുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു Q is 1.6 into 10 raised to minus 19, and then you have E, question 10 raised to 3 ആണ്. Now you just have to simplify this. When you simplify this, what you get is 7 centimeters. Final answer is 7 centimeters here. So please note how it is being solved. Kinematics ഐഡിയയും കൂടെ വരുന്നുണ്ട്, ഒപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഐഡിയയും വരുന്നുണ്ട്. ബേസിക് ഐഡിയ ഇത് എവിടെ നിന്നാണ് ബേസിക് സൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാക്കുക. സോ വി എൻഡ് അപ്പ് ടു എ പോയിന്റ് വേ വി നീഡ് ടു കാൽക്കുലേറ്റ് ദി ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ കാണാൻ വേണ്ടിയിട്ട് QE ബൈ എം ആണ് ഒരു ചാർജ് പാർട്ടിക്കിൾ ഓഫ് ചാർജ് Q ഇൻ ഇലക്ട്രിക് ഫീൽഡ് E. ഇഫ് ഇറ്റ് ഹാസ് എ മാസ് എം, അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് QE ബൈ എം ആയിരിക്കും. അതിൻ്റെ ആക്സിലറേഷൻ മനസ്സിലാക്കുക. അത് റീപ്ലേസ് ചെയ്യുമ്പോൾ യു ക്യാൻ സോൾവ് ദിസ് ക്വസ്റ്റ്യൻ വെരി ഈസിലി. We'll now move on to the next question that says, when a positive Q charge is taken from lower potential to a higher potential, then its potential energy will. Now, two points in the mansilaka. We have one point here, second point here. This is say VL or lower potential point and
This is VH എന്ന് വിചാരിക്കുക. We have VL and VH. നമുക്ക് ഇതൊരു സ്ട്രേറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാൽ കൂടെ അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. Now, അപ്പോൾ ഈ പോയിന്റിൽ ഒരു ക്യൂ ചാർജ് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ എനർജി, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. ദാറ്റ് വിൽ ബി QVL ആയിരിക്കും. ദിസ് ഇസ് പൊട്ടൻഷ്യൽ എനർജി. ആ ലോവർ പൊട്ടൻഷ്യൽ പോയിന്റിലുള്ള ഹയർ പൊട്ടൻഷ്യൽ പോയിന്റിലാവുമ്പം ദാറ്റ് പൊട്ടൻഷ്യൽ എനർജി വിൽ ബി Q ഇൻറ്റു VH. നോക്കൂ, ഒരു ചാർജ് Q ഒരു പൊട്ടൻഷ്യൽ V ഉള്ള പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ ആ ചാർജിന് ആ പോയിന്റിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ചാർജ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ആണ്. അതാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് VH ഇസ് ഗ്രേറ്റർ ദാൻ VL. ഹയർ പൊട്ടൻഷ്യൽ പോയിന്റ് ആണ് നമ്മൾ ഈ പറയുന്ന പോയിന്റ്, ലോ പൊട്ടൻഷ്യൽ പോയിന്റ് ആണ്. അതുകൊണ്ട് ബേസിക്കലി VH ഇസ് ഗ്രേറ്റർ ദാൻ VL. അങ്ങനെയാവുമ്പോൾ this is a higher potential energy value as compared with this. So the potential energy will basically increase. ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതേസമയം ഒരു നെഗറ്റീവ് ചാർജ് ആണ് ലോ പൊട്ടൻഷ്യൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലിലേക്ക് കൊണ്ടുപോകുന്നതെങ്കിൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യുക. ബിക്കോസ് യു നോ ഇൻ ദാറ്റ് കേസ് PE initial will be equal to minus QVL ആയിരിക്കും and PE final will be equal to minus QVH ആയിരിക്കും. നെഗറ്റീവ് സൈൻ അവിടെ ഉള്ളതുകൊണ്ട് ഹയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഹയർ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇറ്റ് ഇസ് ലെസ് നെഗറ്റീവ്, സോ വാല്യൂ അതിൻ്റെ ഗ്രേറ്റർ ആയിരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. -5 ലെസർ ആണ് -10 മനസ്സിലാക്കുക. അപ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ലോവർ ടു ഹയർ പോകുന്ന സമയത്ത് പൊട്ടൻഷ്യൽ എനർജി ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ പോയിന്റിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ഇൻക്രീസ് ആണ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ ക്വസ്റ്റിൻ്റെ കൂടെ നമ്മൾ വേറൊരു ക്വസ്റ്റിനും കൂടെ ഡിസ്കസ് ചെയ്തതിൻ്റെ ഇഫക്റ്റായി. The next question says, a capacitor of capacitance C1 is charged to a potential V and then connected in parallel to an uncharged capacitor of capacitance C2. The final potential difference across each capacitor will be. Now, നമുക്ക് രണ്ട് കപ്പാസിറ്റർ ഉണ്ട്. ഒരു C1 കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്ററും C2 കപ്പാസിറ്റൻസ് ഉള്ള ഈ ഒരു കപ്പാസിറ്ററും. ഈ രണ്ടാളെയും പാരലലി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബേസിക്കലി രണ്ടാളെയും കോമൺ പൊട്ടൻഷ്യലിലേക്ക് സെറ്റിൽ ഡൗൺ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഫസ്റ്റ് കപ്പാസിറ്റർ ചോദിച്ചാലും പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് സെക്കൻഡ് കപ്പാസിറ്റർ ചോദിച്ചാലും ആൻസർ ഒന്ന് തന്നെയാണ് വരിക. കാരണം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊരു കോമൺ പൊട്ടൻഷ്യൽ ഡിഫറൻസിലേക്ക് സെറ്റിൽ ഡൗൺ ആവും. അപ്പം അങ്ങനെയാവുമ്പം ആ കോമൺ പൊട്ടൻഷ്യൽ C എന്താണ് വരിക, കോമൺ പൊട്ടൻഷ്യൽ V എന്താണ് വരിക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ V ഇസ് വാട്ട് വി നീഡ് ടു ഫൈൻഡ് ഔട്ട്. V വരിക ടോട്ടൽ ചാർജ് Q ടോട്ടൽ ഡിവൈഡഡ് ബൈ C ഇഫക്റ്റീവ്. നോക്കൂ, C ഇഫക്റ്റീവ് വളരെ ഈസിയാണ് ഇവിടെ പറയാൻ, കാരണം പാരലൽ കോമ്പിനേഷൻ ആയതുകൊണ്ട് C1 + C2 ആണ് C ഇഫക്റ്റീവ് വരിക. Now what is Q total? Q total is basically Q1 + Q2. നോക്കൂ, രണ്ടാമത്തെ കപ്പാസിറ്ററിൽ ഒട്ടും ചാർജ് ഉണ്ടായിരുന്നില്ല. സോ ദിസ് സെക്കൻഡ് പാർട്ട് വിൽ ബി 0. സോ Q1 എങ്ങനെ കാണാം? നോക്കൂ, Q1 എന്ന് പറയുന്ന സമയത്ത് ആദ്യത്തെ കപ്പാസിറ്റർ C1 എന്നുള്ള കപ്പാസിറ്റർ V പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് റേസ്ഡ് ആയിരുന്നു ആദ്യമേ. So Q1 will be C1 V1, V1 is V, so Q1 will be C1 V. So a C1 V ഞാൻ Q1 ന് വേണ്ടി റീപ്ലേസ് ചെയ്യുക. So that is C1 V divided by C1 plus C2. That is the final answer. So option A is the correct one. The 13th question says, electric field E and current density J have a relation. So we need to find the relation between E and J. Now, we'll start with Ohm's law. V is equal to IR, or I is equal to V by R. Now, R you know is rho L divided by A. L is the length of the conductor, A is the area of cross section, rho is the resistivity of the given material. Now, if that is true, I have V by, instead of R I can replace it with rho L by A, which gives you VA by rho L is current. Now I can bring A to the left side, that is I by A will be equal to V by rho L. Now V by L is basically the electric field and I by A is the current density. The value of current divided by the area of cross section is the current density.
and V by L is electric field E. So we have J is equal to, or J proportional to E. So the correct answer will be E proportional to J, and that is option B. Now we will move on to the next question. Question number 14 says, by increasing the temperature, the specific resistance of a conductor and semiconductor, and how does it vary? That is a question. So we'll look at how resistivity changes for a conductor and a semiconductor. Now, for a conductor, resistivity rho is proportional to 1 by tau. It is basically ME by NE square tau, where ME is the mass of an electron, and N is the number of electrons per unit volume. E is the charge of an electron. Tau is the relaxation time. Now, when temperature increases, the particles or the electrons start moving very vigorously, and the number of collisions increases, which means the relaxation time, which is the time interval between two successive collisions, will go down. Please remember, when temperature increases, there are more collisions, and the time between collisions will definitely decrease because the motion gets so vigorous. Now, if tau decreases, definitely rho will have to increase. That's very clear from this relation. So for conductors, definitely the resistivity or specific resistance increases with increase in temperature. Now, that is one thing. For semiconductors, please understand that for semiconductors, when the temperature increases, what happens is more free electrons are generated, because more electrons in the valence band of those conductors will now attain sufficient energy from the heat given to it to reach to the conduction band. So more electrons will come from valence band to the conduction band. The number of charge carriers will increase for semiconductors with increase in temperature, which means the resistivity of semiconductors will decrease with increase in temperature. So the correct option here will be, for conductors it will be increase, and for semiconductors it will be decrease. So we have option C is our correct answer. So resistivity or specific resistance increases with increase in temperature for conductors, and it decreases with increase in temperatures for semiconductors. So we'll now move on to the next question. Now, the drift velocity Vd varies with the intensity of electric field as per the relation. We know that drift velocity Vd is given by EE tau divided by m. And it's very evident that Vd is directly proportional to the intensity of electric field. So it's a very straightforward question. We have option A as our correct answer. Now we'll move on to the next question. In the given figure, the equivalent resistance between A and B will be. We have a figure given here, and if you look at it very clearly, it is in the form of a balanced Wheaton bridge. That is, we have 3 ohms here, 6 ohms here. So 3 by 6 is 1 by 2. And we have the same ratio here for the other side, that is 4 by 8. That is again 1 by 2. So since those ratios are equal, I call this P, I call this Q, I call this R, I call this S. Since P by S is equal to Q by R, I can say that this Wheaton bridge is in a balanced condition, which means no current will be flowing through the 7 ohm conductor here. In that case, I can redraw this figure just like this. 3 ohms, then you have a 4 ohm, and then since the 7 ohm bridge is not there, it's not relevant now, we have the second arm as 6 ohms and 8 ohms here. So this is what this network becomes finally. So on top we have, in the first arm we have 3 plus 4, that is 7 effective, and 6 plus 8, that is 14 effective. So basically we have 2 resistances now in parallel. First one with say 7 ohms and the next one with say 14 ohms. So R effective here will be R1 R2 by R1 plus R2 because it's a parallel arrangement. So we have 7 into 14 divided by 7 plus 14, and that is 7 into 14 divided by 7 plus 14 will be 21.
we can cancel off 7 from both the numerator and denominator. We have 1 here on top, and in the denominator we have 3. So we have 14 by 3 as our final answer. 14 by 3 is our final answer. The correct option is option A. The next question says, a cell of EMF E is connected with an external resistance R. Then the potential difference across cell is V. The internal resistance of cell will be. So basically we need to find small r in terms of E, capital V and capital R. So how do we do that? Just imagine we have a battery here. The EMF is E and it has a small internal resistance, small r. And this battery is connected to a load resistor of capital R. So please understand that the terminal potential difference of this battery, V, will be equal to E minus IR. E is the EMF of the cell and IR is the potential drop due to the internal resistance of the cell. So this is an equation that we are already familiar with. Now, ഇത് rearrange ചെയ്തിട്ട് നമുക്ക് small r ന്റെ value ആണ് വേണ്ടത്. പക്ഷേ I, capital I, is a variable that we need to eliminate. കാരണം ആൻസറിൽ ഓപ്ഷനിൽ I എന്നുള്ളൊരു സംഗതിയില്ല. So what we do here is, I also know that since V is the potential difference across the load resistor, capital R, V will also be equal to capital I into capital R. That is known. So അതെനിക്ക് ഉപയോഗിച്ചിട്ട് I can say that I is equal to capital V by capital R. ഇങ്ങനെ എനിക്ക് I നെ eliminate ചെയ്യാം. So this equation here becomes V is equal to E minus capital V by capital R into small r. Now, on rearrangement, we have capital V by capital R into small r is equal to E minus V. Now, so small r will then be equal to E minus V into capital R divided by capital V. So the correct option will be option B, E minus V into capital R divided by capital V. So please understand how it is being solved. Moving on to the next question. Kirchhoff's second law is based on the law of conservation of. ഇതൊരു വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻ ആണ്. കിർച്ചോഫ്സിന് 2 ലോ ഉണ്ട്. കിർച്ചോഫ്സ് കറണ്ട് ലോവും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോവും. കിർച്ചോഫ്സ് കറണ്ട് ലോ കോൺസർവേഷൻ ഓഫ് ചാർജും കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ കോൺസർവേഷൻ ഓഫ് എനർജിയും ആണ്. ഇതുകൊണ്ടാണ് കിർച്ചോഫ്സ് ലോ നമ്മൾ നോൺ കോൺസർവേറ്റീവ് ആയിട്ടുള്ള സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസർവേഷൻ ഓഫ് എനർജി. ഇറ്റ് സേസ് ദാറ്റ് ദ സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസസ് ഇൻ എ ക്ലോസ്ഡ് ലൂപ്പ് വിൽ ബി ഈക്വൽ ടു 0 if it's a conservative force field. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എനർജി ഡിഫറൻസുകളുടെ സമ്മേഷൻ 0 ആവുക എന്ന് പറഞ്ഞാൽ അതാണ് അതിൻ്റെ അർത്ഥം. എനർജി ഡിഫറൻസുകളുടെ സമ്മേഷൻ 0 ആവുക എന്ന് പറഞ്ഞാൽ നെറ്റ് എനർജി ഡിഫറൻസ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റ് എനർജി ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ എനർജി കോൺസേർവ്ഡ് ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി. നൗ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The question says a potentiometer consists of a wire of length 4 meters and resistance 10 ohm. It is connected to a cell of EMF 2 volt. The potential difference per unit length of the wire will be. നോക്കൂ, ഒരു വയറിൽ ലോങ് നമ്മൾ 4 മീറ്റർ ലെങ്ത് ഉള്ള വയറാണെന്ന് മനസ്സിലാക്കുക. ആ വയറിന് ലോങ് ഞാനൊരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2 വോൾട്ട്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഡ്രോപ്പ് ഒരു പോർഷൻ ഓഫ് വയറിൽ കിട്ടുന്നു എന്നുള്ളത്, എത്ര പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഒരു പോർഷൻ ഓഫ് വയറിൽ വരുന്നു എന്നുള്ളത് അതിൻ്റെ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് യു നോ ദറ്റ് വി ഈസ് ഈക്വൽ ടു IR ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു റെസിസ്റ്റൻസ്. ആൻഡ് യു നോ ഫോർ എ വയർ R is rho L by A and that is proportional to L. അപ്പോൾ ആ കാര്യമാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ലെങ്ത്തിന് ലിനിയർലി പ്രൊപ്പോർഷണൽ ആണ് എന്നുള്ള കാര്യം ആദ്യം ഓർത്ത് വെക്കുക. ആൻഡ് നമുക്ക് മൊത്തം 2 വോൾട്ടാണ് ഉള്ളത്. 4 മീറ്ററിലാണ് അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്നത്
2 volt divided by 4 meters, that will be 1 by 2 or 0.5 volt per meter. Option A is the correct one. ഒപ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു ഗിവൺ ലെങ്ത്തിൽ, ആ മൊത്തം വയറിൽ ഏതെങ്കിലും ഒരു ലെങ്ത്തിലുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത് ആ ലെങ്ത്തിന് പ്രപ്പോർഷണൽ കൂടിയായിരിക്കും. ആ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. Now we'll move on to the next question. Two electric bulbs P and Q have their resistances in ratio 1:2. They are connected in series across a battery. നമുക്ക് ബാറ്ററിക്ക് അക്രോസ് സീരീസ് ആണ് രണ്ട് ബൾബുകളും കണക്ട് ചെയ്തെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക, ബിക്കോസ് ദാറ്റ് ഇസ് ദ കീ പാർട്ട് ഇൻ ദിസ് ക്വസ്റ്റ്യൻ. Now find the ratio of the power dissipation in these bulbs. നോക്കൂ, പവർ ഡിസിപ്പേഷന് ഒരുപാട് ഫോർമുലാസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. V²/R കണ്ടിട്ടുണ്ടാവും, I²R കണ്ടിട്ടുണ്ടാവും, VI കണ്ടിട്ടുണ്ടാവും. നോക്കൂ, the problem is, the idea is, ഈ സിറ്റുവേഷനിൽ ഇതിൽ ഏത് ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യണം നമ്മൾ മനസ്സിലാക്കണം. So I'll choose this equation here for this problem. P is equal to I²R. Reason being, ഈ രണ്ട് ബൾബിലൂടെയും പോകുന്ന കറണ്ട് സെയിം ആണ്, കാരണം ഇവർ സീരീസ് കോമ്പിനേഷനിലായതുകൊണ്ട്. സോ I കോൺസ്റ്റന്റ് ആയിരിക്കും ആൻഡ് P is proportional to R in this case. പാരലൽ ആയിരുന്നെങ്കിൽ വോൾട്ടേജ് ആയിരിക്കും സെയിം ആവുക ആൻഡ് 1/R പ്രൊപ്പോർഷണൽ ആയിരിക്കും പവർ ഡിസിപ്പേഷൻ ഉണ്ടാവുക. അപ്പോൾ ആ വ്യത്യാസം മനസ്സിലാക്കുക. ഇവിടെ സീരീസ് ആണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ P will be proportional to R. Now, resistance ratio 1:2 ആണെങ്കിൽ definitely ratio of power dissipation also will be 1:2, because P1 by P2 will be equal to, or P1 by P2 will be equal to R1 by R2, because P is proportional to R. That is how we solve this. 21. For the electric circuit shown here, the Kirchhoff's circuit law equations, the solutions of which will give the currents in the resistors. That is how the question is posed. അപ്പോൾ നമുക്ക് നോക്കാം, ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഞാൻ കറണ്ടിൻ്റെ ഡയറക്ഷൻസ് ആദ്യം മാർക്ക് ചെയ്യുകയാണ്. 10 volt ബാറ്ററി എന്ന് ഐ സേ ദാറ്റ് ദർ ഇസ് എൻ I1 കറണ്ട് ലീവിങ്, ആൻഡ് 12 volt ബാറ്ററി എന്ന് ഐ സേ ദാറ്റ് ദർ ഇസ് എ കറണ്ട് I2 ലീവിങ്. അങ്ങനെയാണെങ്കിൽ ഈ I1 കറണ്ട് ഈ ആമിലൂടെ പോയി 2 ohm റെസിസ്റ്ററിലൂടെയും ഇങ്ങനെ ഒരു I1 കറണ്ട് തന്നെ പോകുന്നുണ്ടാവും. ഈ ആമിൽ I2 കറണ്ട് ഉള്ളതുകൊണ്ട് ഇതിലൂടെ 8 ohമിലൂടെ ഇങ്ങനെ ഈ ഡയറക്ഷനിൽ, ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഡയറക്ഷനിൽ ഒരു I2 കറണ്ട് ഫ്ലോ ചെയ്യുന്നു ഉണ്ടാവും. ഓക്കെ, and I'll just mark another current here, I3, for the arm in the middle. Now നോക്കാം. അങ്ങനെയാണെങ്കിൽ, and please understand that there will be a relation between I3, I2 and I1. അത് KCL ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഈ ജംഗ്ഷന് വേണ്ടി ജംഗ്ഷൻ റൂൾ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാം. പക്ഷേ അതിവിടെ റെലവൻ്റ് അല്ല, കാരണം ആൻസറിൽ എന്തിരിക്കുന്നുണ്ട്, I1ഉം I2ഉം I3ഉം ഒക്കെ ആൻസറിൽ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല, നമുക്കത് റീപ്ലേസ് ചെയ്യേണ്ട കാര്യം അവിടെ വരുന്നില്ല. ഓൾ വി ഹാവ് ടു ഡു നൗ ഈസ് ടു റൈറ്റ് KVL ഫോർ ബോത്ത് ദീസ് ലൂപ്സ്. ഈ ഒരു ലൂപ്പിനും വേണ്ടി എനിക്ക് എന്ത് ചെയ്യാം, KVL എഴുതാം. ആ ഇക്വേഷൻസ് വെച്ചിട്ട് അതിൽ ഏതൊക്കെ ഇക്വേഷൻസ് ആണ് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസുമായിട്ട് കമ്പയറബിൾ, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതൊക്കെയാണ് വാലിഡ് എന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. നമുക്ക് നോക്കാം. അപ്പോൾ ഫോർ ദ ഫസ്റ്റ് ലൂപ്പ് ഹിയർ ഐ സ്റ്റാർട്ട് ഫ്രം ദിസ് പോയിന്റ്. ഇങ്ങനെ പോയി ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോയി തിരിച്ചത് എവിടെ എത്തുന്ന സിറ്റുവേഷനാണ് ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പോകുന്ന വഴിക്ക് നോക്കൂ, ആദ്യം കാണുന്നത് 4 ohm ആണ്. എനിക്ക് വേണ്ടത് സിഗ്മ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. സം ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസുകളെ 0ക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടത് ഇൻ ദാറ്റ് ക്ലോസ്ഡ് ലൂപ്പ്. അപ്പം ഞാൻ പോകുമ്പോൾ ആദ്യം കാണുന്നത് 4 ohm ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഞാൻ പോകുന്ന അതേ ഡയറക്ഷനിലാണ്. നോക്കൂ, കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിൽ കറണ്ട് റെസിസ്റ്ററിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരു ഹയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. റെസിസ്റ്റർ കാരണം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ചെയ്യും, മറ്റേ എൻഡിൽ ഒരു ലോവർ പൊട്ടൻഷ്യലാണ് ഉണ്ടാവുക. സോ ഞാൻ പോകുന്ന ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ഉള്ളതെങ്കിൽ ഐ എം ട്രാവലിംഗ് ഫ്രം ഹൈ പൊട്ടൻഷ്യൽ ടു ലോ പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് വരിക, അതിന്റെ വാല്യൂ വരിക റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് ആണ്. ദാറ്റ് വിൽ ബി 4 into I3. പക്ഷേ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് ഐ വിൽ പുട്ട് എ മൈനസ് സൈൻ ഹിയർ. ഇനി ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ കാണുന്നത് ബാറ്ററിയാണ്, 10 volt ബാറ്ററിയാണ്. ലോ പൊട്ടൻഷ്യൽ ടു ഹൈ പൊട്ടൻഷ്യൽ ഞാൻ ട്രാവൽ ചെയ്യുന്നത്. 10 volt ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ലോ ടു ഹൈ ആയതുകൊണ്ട് ഇറ്റ് ഇസ് ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ, സോ ഇറ്റ് ഇസ് +10. ഓക്കെ, ആൻഡ് ദെൻ ഐ ഹാവ്, ഇനി ഞാൻ പോകുന്ന പോക്കിന് കാണാൻ പോകുന്നത് 2 ohm റെസിസ്റ്റർ ആണ്. ഞാൻ പോകുന്ന അതേ ഡയറക്ഷനാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ ദിൽ ബി എ ഹൈ പൊട്ടൻഷ്യൽ ഹിയർ, എ ലോ ഹിയർ, and I'm encountering a high to low potential difference. So there will be a negative change. High to low ആയതുകൊണ്ട് the value of that potential difference will be I1 into 2. So 2I1. ആ നെഗറ്റീവ് സൈൻ എന്തിനാണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ആദ്യത്തെ ടേമിലും ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത്. ദിസ് സം വിൽ ബി ഈക്വൽ ടു 0, കാരണം ഞാൻ ആ ലൂപ്പ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. So for that closed loop, I have written sigma delta V is equal to 0. Similarly, second loopലും കൂടെ
ഞാനിത് ചെയ്യാൻ പോവുകയാണ്. ഐ എം സ്റ്റാർട്ടിങ് ഫ്രം ദിസ് പോയിന്റ്, ഐ വിൽ ട്രാവൽ ഓൾ ദ വേ ഹിയർ, ഐ വിൽ ഗെറ്റ് ബാക്ക് ടു ദാറ്റ് സെയിം പോയിന്റ് അഗൈൻ. പോകുന്ന വഴിക്ക് ഞാൻ ആദ്യം കാണാൻ പോകുന്നത് 8 ohm റെസിസ്റ്ററാണ്. കറണ്ട് പോകുന്ന ഡയറക്ഷനിലാണ് ഞാൻ മൂവ് ചെയ്യുന്നത്. ഇവിടെ ഹൈ ഉണ്ടാവും, ഇവിടെ ലോ ഉണ്ടാവും, ആൻഡ് ഐ എം എൻകൗണ്ടറിങ് എ ഡിക്രീസ് ഇൻ പൊട്ടൻഷ്യൽ. സോ ദാറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ദ വാല്യൂ ഓഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ഡെഫിനറ്റ്ലി 8I2 ആയിരിക്കും. പക്ഷേ ഡിക്രീസ് ആയതുകൊണ്ട് ഐ പുട്ട് എ മൈനസ് സൈൻ ഹിയർ. Then I see a 12 volt battery, and I am traveling from the lower potential terminal to a higher potential terminal. So I am encountering an increase in potential. So it will be a plus 12. Potential difference 12 ആണ്, increase ആണ്. ഇനി ഞാൻ കാണാൻ പോകുന്നത് 4 ohm റെസിസ്റ്റർ ആണ്. പക്ഷേ ഞാൻ പോകുന്നതിൻ്റെ എതിരെയാണ്. ഞാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഞാൻ പോകുന്നത് ടോപ്പ് ടു ബോട്ടം ആണ്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പക്ഷേ ബോട്ടം അപ്പ് ആണ്. അപ്പോൾ ഞാൻ പോകുന്നതിനെതിരെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. കണ്ടാൽ അറിയാം, ഹൈ പൊട്ടൻഷ്യൽ ഞാൻ ആദ്യം കാണുന്നത് ലോ ആണ്, പിന്നെ ഹൈ ആണ് വരുന്നത്. സോ ഐ എം എൻകൗണ്ടറിങ് ആൻ ഇൻക്രീസ് ഇൻ പൊട്ടൻഷ്യൽ. സോ ഇവിടെ പ്ലസ് സൈനാ വരിക. വാല്യൂ ഓഫ് ദറ്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വിൽ ബി ബേസിക്കലി 4I3 ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 0 അഗൈൻ. കാരണം ആ ലൂപ്പ് ഞാൻ ക്ലോസ് ചെയ്തു. നോക്കൂ, ഇത് രണ്ടുമാണ് കറക്റ്റ് ഇക്വേഷൻസ്. ഇതിന് കമ്പയറബിൾ ആയിട്ടുള്ള ഇക്വേഷൻസ് ഇവിടെ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓപ്ഷൻ ഡി വെരിഫൈ ചെയ്യുക. ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് ഇറ്റ് ഇസ് ആക്ച്വലി സിമിലർ to option for the first equation. Yes, കാരണം ഞാൻ മൈനസ് സൗണ്ട് എന്നെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ -4I3 എന്നുള്ളത് +4I3 ആവും, 10 എന്നുള്ളത് -10 ആവും, -2I2 എന്നുള്ളത് +2I2 ആവും. അപ്പോൾ അതുകൊണ്ട് ദാറ്റ് മാച്ചസ് വിത്ത് ദ കറക്റ്റ് ഓപ്ഷൻ. സോ ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്. ബട്ട് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വെരിഫൈ ചെയ്യാം. നോക്കൂ, ഓപ്ഷൻ എ 2I1 -10 -4I3. നോക്കൂ, നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം, ഈ ഇക്വേഷനിൽ I1ന്റെ ടേമും I3ന്റെ ടേമും ഓപ്പോസിറ്റ് സൈൻസിൽ വരണം. രണ്ടും സെയിം സൈൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് തിരിച്ചു മറിച്ചൊക്കെ എടുക്കാം. പക്ഷേ രണ്ടും ഓപ്പോസിറ്റ് സൈൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മാനിപ്പുലേഷൻ അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് ഒരിക്കലും എ ശരിയാവില്ല. എ ശരിയാവില്ലെങ്കിൽ സി അപ്പം തന്നെ ഡെഡായി. പിന്നെ ഓപ്ഷൻ ഉള്ളത് ബി ആണ്, 8I2 -12 +4I3. നോക്കൂ, ആ 8I2 വരുന്ന ഇക്വേഷനിൽ I2 ടേമും I3 ടേമും തമ്മിൽ ഓപ്പോസിറ്റ് സൈൻസ് ഉള്ളത്. അതിനെ നമുക്ക് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്നും ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, ഈ കാണുന്ന ബി ആക്കാൻ പറ്റില്ല. കാരണം ബി എന്നുള്ള ഓപ്ഷനിൽ I2 ടേമും I3 ടേമും സെയിം സൈനിലുള്ളത്. സോ ദാറ്റ് ഇസ് ഓൾസോ ഇൻകറക്റ്റ്. സോ ദി ഓൺലി കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി. നൗ വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, 22nd question says we have a circuit here. We need to find the current through the 5 ohm resistor. നോക്കൂ, ഇത് ശരിക്കും ഇത് കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ ദിസ് ഇസ് ആക്ച്വലി എ കോമ്പിനേഷൻ, എ പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ്. അതിനോട് ലോഡ് റെസിസ്റ്റർ കൊടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. സോ ഓൾ വി നീഡ് ടു ഡു നൗ ഈസ് ടു ഫൈൻഡ് ആൻ ഇക്വലന്റ് റെസിസ്റ്റൻസ് ആൻഡ് ആൻ ഇക്വലന്റ് EMF for this combination, and then we have a 5 ohm resistor. This will be E equivalent, this will be R equivalent. ഈ R equivalentum E equivalentum കാണാൻ ഈസി ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. That is 1/R equivalent will be equal to 1/R1 plus 1/R2. അത് നമ്മുടെ കേസിൽ നമുക്കറിയാം. R equivalent എന്തായാലും നോക്കൂ, 2 ohm ആണ് പാരലൽ വരുന്നത്. ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും 1 ohm ആണ് വരിക എന്ന് എനിക്കറിയാം. സോ ഐ പുട്ട് 1 ohm here. So one part is already over. Now E equivalent എങ്ങനെ കാണാം? E equivalent by R equivalent will be equal to E1 by R1 plus E2 by R2 ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സോ വി ഹാവ് E equivalent by R equivalent 1 ആണ്, ഓൾറെഡി കിട്ടിയല്ലോ. വിൽ ബി ഈക്വൽ ടു രണ്ട് ഇയും E1ഉം E2ഉം രണ്ടും 2 വോൾട്ട് തന്നെയാണ്, ആൻഡ് R1 R2ഉം രണ്ടും 2 തന്നെയാണ്. സോ ഐ ഹാവ് 2/2 plus 2/2 which is basically 2. E equivalent by 1 is equal to 2 ആണെങ്കിൽ E equivalent 2 ആണ്. സോ ഐ ഹാവ് this as well. സോ ബേസിക്കലി ഒരു 2 വോൾട്ട് ബാറ്ററി ഉണ്ട്, 1 ഓമും 5 ഓമും സീരീസിലാണ് വരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ആ ബാറ്ററിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ട് അത് തന്നെയാണ് 5 ഓമിലൂടെയും പോകുന്ന കറണ്ട് ഉണ്ടാവുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു I will be equal to we have V by R, that is 2 divided by 1, or sorry 2 divided by 1 plus 5, that is 2 divided by 6, that is 1/3. നോക്കൂ, V by R എന്ന് പറയുന്നത് ഈ സെല്ലിൻ്റെ ബാറ്ററി, ഈ സെല്ലിൻ്റെ EMF 2 വോൾട്ടും ഈ സർക്യൂട്ടിൽ സീരീസ് ആയിട്ടുള്ള 1 plus 5ഉം, അത് 1 plus 5 ആണ് R എന്ന് പറയുന്നത് കേട്ടോ. അപ്പം V by R ചെയ്യുമ്പോൾ 2 divided by 1 plus 6 ആണ് വരിക. ദാറ്റ് ഇസ് 2 divided by 1 plus 5 ആണ് വരിക. ദാറ്റ് ഇസ് 2/6, ദാറ്റ് ഇസ് 1/3 ആംപിയർ. ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് വൺ. ഓൾറൈറ്റ്, we will move on to the next question. Now the circuit, in the circuit shown in the figure, the current flowing in the 2 ohm resistor is
2 ohm റെസിസ്റ്ററിലൂടെ എത്ര കറണ്ട് പോകുന്നതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം സർക്യൂട്ട് നോക്കാം. സർക്യൂട്ട് ദിസ് ഇസ് 10/25 എന്ന് പറയുമ്പം 2/5 ആണ് വരിക. Again we have on the other side 2/5. The P by Q is equal to R by S ആ ഫോർമാറ്റിലാണ്. ഇറ്റ്സ് എ ബാലൻസ്ഡ് വീസ്റ്റൺ ബ്രിഡ്ജ്. വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ആവുമ്പം we can discard this arm here. So what we have here is 1.4 ആംപിയർ എൻ്റർ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 10 ഓമും ഒരു 2 ഓമും ഇരിക്കുന്നുണ്ട്. അതേപോലെ ഒരു 25 ഓമും ഒരു 5 ഓമും ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ കോമ്പിനേഷൻ്റെ ഇതൊരു സീരീസാണ്, ഇതും ഒരു സീരീസാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ബാക്കി നമുക്ക് കറണ്ട് ഡിവിഷൻ റൂൾ എടുക്കാവുന്നേ ഉള്ളൂ. സോ ദിസ് ഇസ് 12 ആൻഡ് ദിസ് ഇസ് 30. സോ വി ഹാവ് 12 and 30 and we have 1.4 ampere entering. Now എനിക്ക് അറിയേണ്ടത് 2 ഓമിലൂടെ പോകുന്ന എമൗണ്ട് ഓഫ് കറണ്ട് ആണ്. 2 ഓമിലൂടെ പോകുന്ന കറണ്ട് തന്നെയാണ് ഈ 10 ഓമും 2 ഓം ഇരിക്കുന്ന ഈ ഒരു ആമിലൂടെ, ഈ 12 ഓം ഉള്ള ആമിലൂടെ പോവുക. അപ്പോൾ കറണ്ട് ഡിവിഷൻ റൂൾ പ്രകാരം I1 will be equal to R2 divided by R1 plus R2 into I. That is, in this case, I1 അതായത് ഫസ്റ്റ് ആമിലൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് that is equal to R2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ആമിലെ റെസിസ്റ്റൻസ് ആണ്. സോ 30 അത് 30 ആണെന്ന് ക്വസ്റ്റ്യനിൽ വളരെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. നമ്മളിപ്പം എന്താ പറയുക, ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറഞ്ഞാൽ 12ഉം 30ഉം ദാറ്റ് വിൽ ബി 42. 12 plus 30 is 42 and then we have 1.4. Now listen, ഇത് 3 കൊണ്ട് നമുക്ക് ഇതിനെ ക്യാൻസൽ ഓഫ് ചെയ്യാൻ പറ്റും. 3 കൊണ്ട് ക്യാൻസൽ ഓഫ് ചെയ്യുന്ന സമയത്ത് what we have here is 10 divided by 42 3 divide ചെയ്ത് കഴിഞ്ഞാൽ I'll have 12. 10 by 12 again can be cancelled off, that is 5 by 6. So we have 5 by 6 into 1.4 and that will be 5 into 1.4 is 5 into 14 basically, and that divided by 10, that is 70 divided by 6 verum, or 7 divided by 6 ആണ് വരിക, that is 1.12 or 1.2 will be the correct answer. Option B is the correct answer. 1.2 is the correct answer. 1.2 ampere, option B. We'll now move on to the next question. Two current loops similar are placed with their planes along the x-axis and the other along y-axis. Then the ratio of resultant magnetic field at a common point on the axis to the individual magnetic field at the same point is. നോക്കൂ, രണ്ട് ആക്സിസ് ഉണ്ട്. അപ്പം ഇവിടെ ഒരു കോയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. there is a coil here and there is a coil here. okay, സോ ഇതിൻ്റെ രണ്ടിൻ്റെയും ആക്സിസിൻ്റെ ഒരു കോമൺ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ആ മാഗ്നറ്റിക് ഫീൽഡ് മാത്രം പോരാ, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റേഷ്യോ ഓഫ് ദാറ്റ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് ടു ദ ഇൻഡിവിജ്വൽ മാഗ്നറ്റിക് ഫീൽഡാണ്. നോക്കൂ, രണ്ടും ഐഡൻറ്റിക്കൽ ലൂപ്സ് ആണ്. ഐഡൻറ്റിക്കൽ എമൗണ്ട് ഓഫ് കറണ്ട് ആ ഫ്ലോ ചെയ്യുന്നുണ്ടാവുക. സോ ഹിയർ ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വൽ ആണെന്നുള്ള ഒരു അസംഷനിൽ we can say that there will be B amount of field here due to the coil along the x-axis, അല്ലെങ്കിൽ ആ താഴത്തിരിക്കുന്ന കോയിലിന് കാരണം ഒരു ബി എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആ പോയിന്റ് ഉണ്ടാവും. സിമിലർലി ഈ പോയിന്റിൽ ഒരു ബി എമൗണ്ട് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈ ലൂപ്പ് കാരണം ഉണ്ടാവും. ഈ രണ്ട് ലൂപ്പിൻ്റെയും ആക്സിസിൻ്റെ ലൈനാണ് നമ്മൾ ഈ പറയുന്നത്. ഈ രണ്ടും ഐഡൻറ്റിക്കൽ ആണ് എന്നുള്ള ധാരണയിൽ, പ്രസംഷനിൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു ഡീറ്റെയിൽസും തരാത്തത് കൊണ്ട് വി ക്യാൻ ഓൺലി ഡു ദിസ് പ്രോബ്ലം ബേസ്ഡ് ഓൺ ദിസ്. നൗ അങ്ങനെ ആയതുകൊണ്ട് ഇഫ് ദർ ഇസ് ബി ആൻഡ് ബി ഹിയർ വിത്ത് a 90-degree angle between them, then the resultant വരിക B will be equal to, or B effective will be equal to √2 times B ആണ് വരിക. ഈ B effectiveൻ്റെ റേഷ്യോ കാരണം ആരുമായിട്ട്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡുമായിട്ട്. സോ ദ റേഷ്യോ ദാറ്റ് ഇസ് റിക്വയർഡ് is √2B divided by B. B effective divided by B individual, and that is √2 is to 1. is the correct answer. Option A is the correct answer. We will now move on to the next question. Two long parallel straight conductors carrying currents I1 and I2 are carrying currents I1 and I2. When the currents are in same direction, the magnetic field at a point midway between the wires is 20 millitesla.
if the direction of current I2 is reversed, the field becomes 50 millitesla. The ratio of the currents I1 by I2 is. അതാണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ജസ്റ്റ് മനസ്സിലാക്കുക, ആദ്യത്തെ കേസിൽ സെയിം ഡിറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഈ നടുക്കിരിക്കുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് മനസ്സിലാക്കുക. This distance I'll call this R, this distance again I'll call this R. Okay, so the magnetic field here at this point will be mu 0, this is I1 അല്ലേ, ഈ ഫസ്റ്റ് കറണ്ട് I1 ഉം സെക്കൻഡ് ആമിലെ കറണ്ട് I2 ആണെന്ന് അറിയാം. നോക്കൂ, ഈ പോയിന്റിൽ I1 എന്നുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടർ കാരണമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ് ഉണ്ടാവുക. ജസ്റ്റ് യൂസ് യുവർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇൻ ടു ദ പ്ലെയിൻ ആണ് ഉണ്ടാവുക, ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു mu 0 I1 by 2 pi R. ഓക്കെ, നൗ I2 അതേ ഡിറക്ഷനിൽ കറണ്ട് പോകുന്നുണ്ട്. അത് കാരണം ഈ പോയിന്റിൽ നോക്കൂ, ഫസ്റ്റ് വയറിന്റെ റൈറ്റ് സൈഡിലാണ് ആ പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ സെക്കൻഡ് വയറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആ പോയിന്റ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ആകുമ്പോൾ സെക്കൻഡ് വയറിലെ കറണ്ട് ഫ്ലോ കാരണം ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട് ദ പ്ലെയിൻ ആണ് ഉണ്ടാവുക, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഔട്ട് ദ പ്ലെയിൻ ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് മാഗ്നറ്റിക് ഫീൽഡും ഓപ്പോസിറ്റ് ഡിറക്ഷൻസിലായതുകൊണ്ട് നെറ്റ് ഫീൽഡ് ഈ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിരിക്കും. ഓക്കെ, സോ വി ഹാവ് the net magnetic field in the first case, I call this B1. Okay, B1 will be, or B effective 1 will be equal to mu 0 I1 by 2 pi R minus mu 0 I2 divided by 2 pi R. രണ്ടാളും equidistant ആണ്, മിഡ് പോയിന്റ് ആണല്ലോ ആ പോയിന്റ് ഇരിക്കുന്നത്. So this will evaluate to mu 0 by 2 pi R common എടുത്തു കഴിഞ്ഞാൽ what I'll have is I1 minus I2. Now സിമിലർലി സെക്കൻഡ് കേസിൽ ഈ കറണ്ടിന്റെ ഡിറക്ഷൻ റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുക, I1 നേരെ മുകളിലേക്ക് തന്നെയാണ്, I2 ഇനി താഴത്തേക്കാണ് വരിക. അപ്പോൾ I1 കാരണമുള്ള ഫീൽഡ് ഇൻ ടു ദ പ്ലെയിൻ ആണ് ആദ്യമേ, അതിപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. I2 ഇങ്ങോട്ട് പോകുന്നതുകൊണ്ട് I2 കാരണം ഈ പോയിന്റിലുള്ള ഫീൽഡ് ഇനി ഔട്ട് ദ പ്ലെയിൻ അല്ല ഉണ്ടാവുക, അതും ഇൻ ടു ദ പ്ലെയിൻ ആണ് ഉണ്ടാവുക. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, I1 കറണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്, ഇൻ ടു ദ പ്ലെയിൻ ആണ് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് വരെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പ്രകാരം. I2 കറണ്ട് താഴത്തേക്ക് ആയതുകൊണ്ട് ഞാൻ ഈ ഡിറക്ഷനിൽ തമ്പ് ഹോൾഡ് ചെയ്തിട്ട് ഫിംഗേഴ്സ് കേൾ ചെയ്യുമ്പോൾ അതും ഇൻ ടു ദ പ്ലെയിൻ തന്നെയാണ് വരുന്നത്. ഇവിടെ ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കൂടെ സമ്മേഷൻ ആയിരിക്കും, ഡിഫറൻസ് അല്ല വരിക. സോ ഇൻ ദാറ്റ് കേസ് B effective 2 will be equal to mu 0 by 2 pi R. വേറെ ഒരു മാറ്റവും വരില്ല, ഡിറക്ഷനിൽ മാത്രമേ മാറ്റം വരുള്ളൂ, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫീൽഡിന്റെ കോൺട്രിബ്യൂഷനിൽ ഒരു മാറ്റവും വരില്ല. സോ B1 ഇഫക്റ്റീവും B2 ഇഫക്റ്റീവും കിട്ടി. ഇത് B1 ഇഫക്റ്റീവ് 20 മില്ലി ടെസ്ലയാണെന്നും B2 ഇഫക്റ്റീവ് 50 മില്ലി ടെസ്ലയാണെന്നും നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. സോ ആ റേഷ്യോസ് ഒന്ന് എഴുതി നോക്കുകയാണെങ്കിൽ mu 0 by 2 pi R into I1 minus I2 divided by mu 0 by 2 pi R into I1 plus I2 will be equal to 20 divided by 50, which means I1 minus I2 divided by I1 plus I2 will be equal to 2 by 5. നമുക്ക് വേണ്ടത്, I think it's I1 by I2 ratio. Yes, we need I1 by I2 ratio. So ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന പല മെത്തേഡിൽ സിംപ്ലിഫൈ ചെയ്യാം. ലെറ്റ്സ് ഡു എ ലിറ്റിൽ ടെക്നിക് ഹിയർ. I1 by I2 ആണ് വേണ്ടെങ്കിൽ I divide throughout all terms on the left hand side with I2. So I have I1 by I2 minus 1 divided by I1 by I2 plus 1 is equal to 2 by 5 ആവും. I1 by I2 I call it R. അതുകൊണ്ട് I can say that R minus 1 divided by R plus 1 is equal to 2 by 5. It's much more easier cross multiply ഒക്കെ ചെയ്യുന്ന സമയത്ത്. So we have 5R minus 5 on cross multiplication is equal to 2R plus 2. On rearrangement, I have 3R is equal to 7. So R is equal to 7 by 3. 7 by 3 on a required ratio. Yes, there is that ratio. 7 by 3 option B is the correct answer. നോക്കൂ, ഇത് എങ്ങനെയാണ് ഇത് വന്നതെന്ന് മനസ്സിലാക്കുക. ഞാൻ if I divide all the terms with I2 here, that doesn't make a difference. So I1 by I2 ഇവിടെ ഞാൻ R എന്ന് എഴുതും. സെക്കൻഡ് ടേം I2 by I2 ഓൺ ദ ന്യൂമറേറ്റർ അത് 1 ആവും, താഴെയും അതേപോലെ തന്നെ മുകളിൽ R minus 1 ആണെങ്കിൽ താഴെ R plus 1 ആവും. So the ratio what we need is I1 by I2, that is given as 7 by 3. So please understand how we solve it. Now the next question. A long solenoid has 800 turns per meter length
of the solenoid. A current of 1.6 ampere flows through it. The magnetic induction at the end of the solenoid on its axis is. Okay. If we have a solenoid here, at the center of the solenoid, mu 0 Ni is the magnetic field strength. Now at one of the ends, we have B is equal to mu 0 Ni divided by 2. So all we have to do is to evaluate this. Mu 0 is 4 pi into 10 raised to minus 7. And then I have n, number of turns per unit length, തന്നിരിക്കുന്നത് 800 ആണ്. And then I have that multiplied with 1.6 ampere ആണ് current flow in the amount of the current that is flowing, and that divided by 2 is my answer. If I simplify this, I will end up with 8 into 10 raised to minus 4 Tesla. So the correct option is option B, 8 into 10 raised to minus 4 Tesla. Please try simplifying this expression and make sure that you get the same answer. So 27. If the resistance of the upper half of a rigid loop is twice that of the lower half, the magnitude of magnetic induction at the center is equal to. നോക്കൂ, പെട്ടെന്ന് കാണുമ്പോൾ ഒരു കാര്യം ഓർക്കുക, മുകളിലത്തെ ലൂപ്പിൻ്റെ റെസിസ്റ്റൻസും താഴത്തെ ലൂപ്പിൻ്റെ റെസിസ്റ്റൻസും ഈക്വൽ ആണെങ്കിൽ മുകളിലൂടെയും താഴെയും കൂടെ സെയിം കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 0 ആയിരുന്നു വരിക. പെട്ടെന്നൊരു ടെൻഡൻസി ഉണ്ടാവും 0 മാർക്ക് ചെയ്യാൻ, വിച്ച് ഇസ് നോട്ട് ദ കേസ് ഹിയർ. മുകളിലുള്ള ഹാഫിൻ്റെ അപ്പർ ഹാഫിൻ്റെ resistance is twice that of the lower half. So this here I call it 2R. ഈ resistance R ആണെന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ I need to know the amount of current flowing through both these loops. നമ്മൾ അതിനെ current division rule ഉപയോഗിക്കും. I1 is equal to R2 divided by R1 plus R2 into I ആണ് വരിക. R2 is small r, that divided by R1 plus R2 will be 2R plus R, that is 3R. And that will be cancel off 1/3 വരും, അപ്പോൾ I ഉണ്ട്. സോ I1 is equal to 1/3 I ആണ്. അപ്പോൾ 2/3 I ആയിരിക്കും I2 എന്ന് പറയുന്നത്. സോ ഇതിലൂടെ പോകുന്ന കറണ്ട് ദിസ് വിൽ ബി I divided by 3, and ഇതിലൂടെ പോകുന്ന കറണ്ട് വിൽ ബി I or 2I divided by 3. So now we have the currents in both the loops, both the arms in fact. അപ്പോൾ എനിക്ക് അറിയേണ്ടത് O എന്നുള്ള പോയിന്റിൽ അപ്പർ സെമി സർക്കുലർ എന്താ പറയുക വയർ കൊണ്ട് എത്ര ഫീൽഡ് ഉണ്ടാവും എന്നുള്ളതാണ്. നോക്കൂ, കറണ്ട് ഫോർവേഡാണ് പോകുന്നത്, നമുക്ക് ആ ഡയറക്ഷൻ ഓഫ് ഫ്ലോ അറിയാം. ഇൻ ടു ദ പ്ലെയിൻ ആണ് ആ ഫ്ലോ ഓഫ് കറണ്ട് കാരണം ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. യൂസ് യുവർ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ആ കേർവ്ഡ് ആയിട്ടുള്ള സെമി സർക്കുലർ പാത്തിലൂടെ നിങ്ങളുടെ തമ്പ് പ്ലേസ് ചെയ്യുക. നിങ്ങളുടെ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്നത് ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കും. സോ ആ ഇൻ ടു ദ പ്ലെയിൻ ഇലക്ട്രിക് ഫീൽഡ് ഓർ ഇൻ ടു ദ പ്ലെയിൻ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എത്രയാണ് വരിക എന്ന് ചോദിച്ചാൽ mu 0 I1 divided by 2A into theta by 360. Please remember that. അതൊരു ആർക്കായിട്ട് കൺസിഡർ ചെയ്യുക. ഈ ആംഗിൾ 180 ആണ്. ഇതൊരു ജനറൽ ഫോർമുലയാണ്. mu 0 I1 divided by 2A into theta by 360 എന്ന് പറയുന്നത് amount of magnetic field acting at a center of an arc subtending an angle theta at the center ആണ്. ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടെങ്കിൽ ഈ ആർക്ക് സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ആർക്കിൻ്റെ റേഡിയസ് എ ആണെങ്കിൽ ഇത് ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഈ പറഞ്ഞ കറണ്ട് ഫ്ലോ ഉള്ള ആ വയർ എക്സേർട്ട് ചെയ്യുന്ന സെൻട്രൽ എക്സേർട്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷനാണ്. അപ്പോൾ നമ്മുടെ കേസിൽ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം? രണ്ടാളുടെ കേസിൽ നിന്ന് മനസ്സിലാക്കാം. വി നീഡ് ടു ഫൈൻഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ദ ഫസ്റ്റ് semicircle, the upper semicircle, and we need to find the magnetic field due to the lower semicircle. And please understand that upper semicircle കാരണമുള്ള electric field or magnetic field into the plane ആയിരിക്കും, lower circle കാരണമുള്ള magnetic field out of the plane ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ആണ്. ഓക്കെ, നൗ സോ B1 വരിക mu 0 I1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഇവാലുവേറ്റ് ചെയ്തു, ദാറ്റ് ഇസ് I/3 by 2A, that's also given. A ആണ് റേഡിയസ് ഇൻറ്റു തീറ്റ ബൈ 360 is 180 by 360, that is 1/2. Okay, so that will be mu 0 I divided by 12A ആണ് വരിക. Okay, now mu 0 I divided by 2 into 3 into 2 again, that is 12A വരും. Now B2 will be mu 0 I2 will be 2I/3 ആണ് വരിക by
2a വരും. അതും again subtend ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് theta by 360 will be 180 by 360 again 1/2 ആണ് വരിക. And that will amount to 2 mu 0 I divided by 12a ആണ് വരിക. നോക്കൂ, ഈ രണ്ട് ഫീൽഡിൻ്റെയും ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ദാറ്റ് ഇസ് ബേസിക്കലി mu 0 I divided by 12a. The correct option here is option C. ഡിഫറൻസ് ആവാനുള്ള കാരണം മനസ്സിലാക്കുക. ഒരു ലൂപ്പിൽ കറണ്ട് ഒരു ഭാഗത്തേക്കും മറ്റേ ലൂപ്പിൽ കറണ്ട് അതേ ഡയറക്ഷനിലാണെങ്കിലും സെൻറ്ററിൽ രണ്ടാളും സബ്റ്റൻഡ് ചെയ്യുന്ന സെൻറ്ററിൽ രണ്ടാളും ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡുകൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അത് വളരെ ക്രൂഷ്യലാണ് ഈ കേസിൽ. ബി ഇഫക്റ്റ് വിൽ ബി ഡിഫറൻസ് ബിറ്റ്വീൻ B1 and B2 എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ആൻഡ് ദാറ്റ് വിൽ ഓൺലി ബി അണ്ടർസ്റ്റുഡ് ഇഫ് യു നോ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആൻഡ് ഹൗ ടു അപ്ലൈ ഇറ്റ്. അപ്പോൾ അത് ക്ലിയർ ആയി മനസ്സിലാവും. സോ mu 0 I by 12a, C is the correct answer. Now, the next question. The radius of the path of an electron moving at a speed of 3 into 10 raised to 7 meter per second perpendicular to a magnetic field 5 into 10 raised to minus 4 Tesla is nearly. നോക്കൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിനിൽ ഒരു ചാർജ് പാർട്ടിക്കിൾ ട്രാവൽ ചെയ്യുമ്പം അത് എക്സിക്യൂട്ട് ചെയ്യുന്ന സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് R is equal to mv divided by qb. And that comes from the understanding that the centripetal force is given by magnetic Lorentz force. So mv squared by r will be equal to qvb എന്നുള്ള ഐഡിയയിൽ നിന്നാണ് ഈ ഇക്വേഷൻ വരുന്നത്. ഇത് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ വളരെ ക്ലിയർ ആയിട്ട് കിട്ടും. v will be cancelled off, r will be equal to mv by qb. Now we need to find the radius of that path. So we need to evaluate r. അപ്പോൾ rന്റെ വാല്യൂ കിട്ടണമെങ്കിൽ take m first. We are looking at an electron, right? Electron ആയതുകൊണ്ട് mass of the electron 9.1 into 10 raised to minus 31 വരും. m കിട്ടി. വെലോസിറ്റി ക്വസ്റ്റ്യനിൽ പറഞ്ഞു തന്നിട്ടുണ്ട് 3 into 10 raised to 7 divided by q. ഇലക്ട്രോൺ ആണല്ലോ. 1.6 into 10 raised to minus 19 coulombs ആണ് വരിക. Everything is in SI. And magnetic field is 5 into 10 raised to minus 4 Tesla. Now, ഇത് evaluate ചെയ്യുമ്പോൾ, please do the evaluation. The evaluation will lead you to an answer which says D is equal to 34 centimeters. Option D is the correct one. 34 centimeters is the correct answer. We'll now move on to the next question. Question 29. Theory based question ആണ്. വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. A galvanometer can be converted into an ammeter by connecting. നോക്കൂ, ഒരു ഗാൽവനോമീറ്ററിനെ ഒരു അമീറ്റർ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് വി കണക്ട് എ വെരി സ്മോൾ റെസിസ്റ്റൻസ് ഇൻ പാരലൽ. വി കണക്ട് എ ഷണ്ട് റെസിസ്റ്റൻസ് ഇൻ പാരലൽ. ആൻഡ് ടു കൺവേർട്ട് എ ഗാൽവനോമീറ്റർ ഇൻ ടു എ വോൾട്ട് മീറ്റർ വി കണക്ട് എ ഹൈ റെസിസ്റ്റൻസ് in series. So this is an effective voltmeter that you have made from a galvanometer, and this is an effective ammeter that you have made from a galvanometer. So the correct answer will be, to convert a galvanometer into an ammeter, we connect a very small resistance in parallel. Option C is the correct answer. Now, question 30 again. If the velocity of a charged particle is doubled and the strength of magnetic field is halved, the radius becomes, നോക്കൂ, നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻ ഒന്ന് റീയൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. R is equal to mv by qb. എന്തൊക്കെ ചേഞ്ചസ് ആ വരുത്തിയത് നോക്കുക. വെലോസിറ്റി ഓഫ് ദ ചാർജ് പാർട്ടിക്കിൾ ഡബിൾ ചെയ്തു, അപ്പോൾ വിക്ക് ഒരു 2ൻ്റെ ഫാക്ടർ വരും. ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഹാഫ്ഡ്, അപ്പോൾ ബിക്ക് ഒരു 1/2ൻ്റെ ഫാക്ടറും വരും. വിക്ക് 2ൻ്റെ ഫാക്ടറും ബിക്ക് 1/2ൻ്റെ ഫാക്ടറും. ഇത് രണ്ടും കൂടെ റീഅറേഞ്ച് ചെയ്യും, വേറെ ചേഞ്ചസ് ഒന്നുമില്ല. So R dash will be basically 4 times mv by qb. ഈ ഫാക്ടേഴ്സിനെ പ്രോസസ് ചെയ്യുമ്പോൾ mv by qb is r. So you have R dash is equal to 4 times r, and the correct answer is option B. 4 times ആവുകയാണ് ചെയ്യുക റേഡിയസ്. Now 31. As a part of a long wire carrying a current I, a part of a long wire carrying current I is bent into a circle of radius r as shown in the figure. നോക്കൂ, ആ ഫിഗറിൽ വളരെ ക്ലിയർ ആയിട്ട് അത് കാണിച്ചിട്ടുണ്ട്. The net magnetic field at the center O of the circular loop is. O എന്നുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണുക വേണ്ടത്. വളരെ സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കുക. ആ സെൻറ്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് is the resultant of two magnetic fields, one created by the loop and the other
created by the straight line conductor. Now, a straight line conductor കാരണമുള്ള this is basically ഇവിടുത്തെ field due to I current carry ചെയ്യുന്ന straight line conductor കാരണമുള്ള field ഉണ്ടാവും. I call this B1 plus, നോക്കൂ ഞാൻ പ്ലസ് എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയും. റീസൺ ബീങ്, നോക്കൂ ആ കറണ്ട് ഈ സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ട് ഐ ആണെങ്കിൽ ആ ഡയറക്ഷനിൽ നിങ്ങൾ തമ്പ് ഹോൾഡ് ചെയ്യുക, നിങ്ങൾ ഫിംഗേഴ്സ് കേൾ ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം, ഔട്ട് ഓഫ് ദ പ്ലെയിൻ. സിമിലർലി ആ ലൂപ്പ് നോക്കുക, കറണ്ട് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ടാണ് പോണത്. ആ കറണ്ട് പോകുന്ന ഡയറക്ഷനിൽ ഞാൻ എൻ്റെ ആം പ്ലേസ് ചെയ്യുന്ന സമയത്ത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് എഗെയിൻ അവിടുന്നും മാഗ്നറ്റിക് ഫീൽഡ് വരുന്നത്. സെൻട്രലിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് എഗെയിൻ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഉണ്ടാവുക. സോ സെക്കൻഡ് കേസിലുള്ള ഈ ലൂപ്പ് കാരണം ഈ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഐ കോൾ ദാറ്റ് B2, അതും ഔട്ട് ഓഫ് ദ പ്ലെയിൻ ഉണ്ടാവുക. സോ ബേസിക്കലി B effective will be the sum of B1 and B2, കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് കൊണ്ട്. ആൻഡ് B1 വരിക mu0 I divided by 2 pi r ആണ് വരിക. You know the standard equation for that, where r is the separation between the point and the perpendicular distance between the point and the current carrying wire, plus B2 വരിക mu0 I by 2r ആണ്. r റേഡിയസ് ഉള്ള ഗ്രൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്തിന്റെ വാല്യൂ ആണ് mu0 I by 2r വരുന്നത്. So if you take mu0 I by 2r in common, we have 1 by pi plus 1. Is there an option that matches it? It is basically, or simplify the area, we'll have it is mu0 I divided by 2 pi r. ഞാൻ LCM എടുത്ത് സമ്മേഷൻ ചെയ്യുമ്പോൾ മുകളിൽ 1 plus pi ആണ് വരിക. Okay, I hope that is very clear. See, this option is what we get when I simplify this. 1 by pi plus 1 simplify ചെയ്യുമ്പോൾ 1 plus pi ന്യൂമറേറ്ററിലും പൈ താഴെയും വരും. ആ താഴെയുള്ള പൈനെ 2rന്റെ കൂടെ ചേർത്ത് എഴുതുമ്പോൾ option C is what I get. So option C is the correct answer. Now, a galvanometer has a coil of resistance 100 ohm and gives a full scale deflection for 30 milliampere current. If it is to work as a voltmeter of 30 volt range, the resistance required to be added will be. ഒരു കാര്യം എന്തായാലും ഉറപ്പാണ്, നമ്മളുടെ ഗാൽവനോമീറ്ററിൻ്റെ കൂടെ സീരീസിലാണ് നമ്മൾ ഒരു ഹൈ റെസിസ്റ്റൻസ് വെക്കേണ്ടത്. അപ്പോഴാണ് ഈ കോമ്പിനേഷൻ എന്തായിട്ട് മാറുക, ഒരു വോൾട്ട് മീറ്റർ ആയിട്ട് മാറുക. Now, ആ വോൾട്ട് മീറ്ററിന് കണക്ട് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ഡയറക്റ്റായിട്ട് കാണാൻ there is an equation, R is equal to V by Ig minus G, where G is the resistance of the galvanometer, and that will be V 30 volt ആണ്. 30 volt divided by Ig എന്ന് പറയുന്നത് is 30 into 10 raised to minus 3 ampere ആണ്. That minus G, G is actually 100. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 100 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, 100 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. So this will amount to 1000 minus 100, that is 900 ohm ആണ് ഫൈനൽ ആൻസർ വരിക. Now, even if you forget this equation, നിങ്ങൾ ഇത്രയും കാര്യം ഓർത്താൽ മതി, 100 ohm ഉള്ള 30 മില്ലി ആംപിയർ മാക്സിമം ഡിഫ്ലക്ഷന് കറണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജ് മാക്സിമം, അതിൻ്റെ മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ 100 into 30 മില്ലി ആംപിയർ വരിക. ദാറ്റ് വിൽ ബി ബേസിക്കലി 3 volt. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും വേണമെങ്കിൽ പറയാം, ഈ പറയുന്ന 100 ohm ഉള്ള 30 മില്ലി ആംപിയർ മാക്സിമം കറണ്ട് മാത്രം എടുക്കാൻ പറ്റുന്ന ഒരു ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് 30 or actually 3 volt മാക്സിമം താങ്ങാൻ പറ്റുന്ന ഒരു വോൾട്ട് മീറ്ററും കൂടിയാണ്. അങ്ങനെ ഈ പറഞ്ഞ എക്സ്പ്രഷൻ നമുക്ക് ഇത് കാൽക്കുലേഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അങ്ങനെയാണെങ്കിൽ 30 volt സപ്ലൈ ചെയ്യുമ്പോൾ ഒരു സീരീസ് കോമ്പിനേഷനിൽ ഒരു 100 ohm റെസിസ്റ്ററിലേക്ക് കറക്റ്റ് 3 volt വരണം എന്ന് പറയുകയാണെങ്കിൽ വോൾട്ടേജ് ഡിവിഷൻ റൂൾ പ്രകാരം 3 ഷുഡ് ബി ഈക്വൽ ടു 30 ഇൻറ്റു 100 by 100 plus something ആണ് വരിക. ഒബ്വിയസ്ലി ദിസ് സംതിങ് ഷുഡ് ഹാവ് ടു ബി 900, കാരണം താഴെ 1000 വരുമ്പോഴാണ് 100 by 1000 1 by 10 വരിക. അത് അങ്ങനെയാണ് 30 into 1 by 10 3 ആവുക. അപ്പം വോൾട്ടേജ് ഡിവിഷൻ റൂൾ പ്രകാരവും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും വിത്തൗട്ട് യൂസിങ് ദി ഇക്വേഷൻ. എനിവേസ് you can decide in which way you want to solve this. Now we'll move on to the next question. നോക്കൂ, a current carrying loop is placed in a uniform magnetic field. The torque acting on it does not depend on. ടോർക്കിൻ്റെ ഇക്വേഷൻ വരിക
will be torque acting on a magnetic dipole will be actually equal to m cross b. Now current carrying loop inde magnetic dipole moment vector aanu nammal parana m vector ennu parayanathu, and this will basically be in the value ennu parayanathu mb sin theta aanu, and magnetic dipole moment vector inde value ennu parayanathu will be nia. So you have niab sin theta. Now ഇതിൽ ഷേപ്പ് ഓഫ് ദ ലൂപ്പ് മാത്രമാണ്. സി നോക്കൂ, വാല്യൂ ഓഫ് ദ കറണ്ട് ഇതിൻ്റെ അകത്തുണ്ട്, ഐ ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് അതിൻ്റെ അകത്തുണ്ട്, ഏരിയ ഓഫ് ദ ലൂപ്പ് ഡെഫിനറ്റ്ലി അതിന് ഡിപ്പെൻഡൻസി ഉണ്ട്. ഷേപ്പ് ഓഫ് ദ ലൂപ്പ് മാത്രമാണ് അതിൻ്റെ അകത്ത് ഒരു റോളും പ്ലേ ചെയ്യാത്തുള്ളത്. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. ദ ടോർക്ക് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ ടോർക്ക് ആക്ടിങ് ഓൺ ദ മാഗ്നറ്റിക് ഡൈപോൾ, വിച്ച് ഇസ് ദ കറന്റ് ക്യാരിയിങ് ലൂപ്പ് ഇസ് ബേസിക്കലി എ മാഗ്നറ്റിക് ഡൈപോൾ. അതിൻ്റെ മുകളിൽ അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോർക്കിനെ ഡിസൈഡ് ചെയ്യാത്ത ഒരു ടേം, ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് ഷേപ്പ് ഓഫ് ദ ലൂപ്പാണ്. വിൽ നൗ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now 34. Which of the following graphs shows the variation of magnetic induction B with distance r from a long wire carrying current? നമുക്ക് ഒരു ലോങ് വയർ ക്യാരിയിങ് കറണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഇക്വേഷൻ മുന്നേ എഴുതിയതാണ്. ആർ സെപ്പറേഷൻ എവേ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബി വിൽ ബി ഈക്വൽ ടു, or magnetic field strength will be equal to mu 0 I divided by 4 pi r, and B is proportional to 1 by r. 1 by r proportionality കാണിക്കുന്ന ഗ്രാഫ് സി ആണുള്ളത്. അതേസമയം ഒരു യൂണിഫോം കറണ്ട് ഡെൻസിറ്റി ഉള്ള ഒരു തിക്ക് വയറിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ this dependency will slightly have a change. ഇങ്ങനെ ഒരു കേസാണ്, തിക്കാണ്, യൂണിഫോം കറണ്ട് ഡെൻസിറ്റിയിലാണ് പറയുന്നതെങ്കിൽ B will be initially proportional to R inside the wire, and outside the wire it will fall off as 1 by R. അപ്പോൾ ഇങ്ങനെയാണ് ആ പറയുന്ന ഗ്രാഫ് ഉണ്ടാവുക. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് വരയ്ക്കാം. അങ്ങനെ ആയിരുന്നെങ്കിൽ ക്വസ്റ്റ്യൻ തിക്ക് വയർ ആണ്, അതിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ് പറഞ്ഞിട്ടുണ്ടാവുക, ആ തിക്ക് വയറിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ് പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടാവണം, യൂണിഫോം കറണ്ട് ഡെൻസിറ്റി ആയിരിക്കണം ആ തിക്ക് വയറിൽ ഉണ്ടാവേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഇനീഷ്യലി പ്രപ്പോർഷണൽ ടു ആർ ആയിട്ട് അത് റേസ് ചെയ്യും ടിൽ യു റീച്ച് ദ ബൗണ്ടറി ഓഫ് ദാറ്റ് കറണ്ട് ക്യാരിങ് തിക്ക് വയർ. പിന്നെ അങ്ങോട്ട് 1 by r തന്നെ അത് ഫോളോ ഓഫ് ചെയ്യും. സോ ഹിയർ ദ കറക്റ്റ് ആൻസർ സിംപ്ലി ഈസ് സി. So please, we'll move on to the next question. Now, the field inside a solenoid is, നോക്കൂ കുറേ ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് ഇൻസൈഡ് എ സോളിനോയിഡ് ഇസ് ബി ഗിവൻ ബൈ mu 0 ni. n is the number of turns per unit length, I is the current flowing through it, mu 0 is the permeability of free space or vacuum. Now, ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആണെന്നുണ്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണെന്നുണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഉണ്ട്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ഇസ് വെരി സ്ട്രേറ്റ് ഫോർവേഡ്. ബി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്. ഇറ്റ്സ് വെരി ക്ലിയർ ഫ്രം ദിസ് ഇക്വേഷൻ, സോ വി നീഡ് നോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് എനി ഫർദർ. വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ദ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ഓഫ് n turns of area of cross section A held with its plane parallel to the field is. നോക്കൂ, ഈ ഡിറക്ഷനിലാണ് ഫീൽഡ് ആക്ട് ചെയ്യുന്നതെങ്കിൽ കോയിലിൻ്റെ അറേഞ്ച്മെൻറ്റ്, ദ പ്ലെയിൻ ഓഫ് ദ കോയിൽ ഇസ് പാരലൽ ടു ദ ഫീൽഡ് എന്നാണ് പറയുന്നത്. ഫീൽഡ് ഇങ്ങോട്ടാണ്, കോയിലിൻ്റെ പ്ലെയിൻ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഫീൽഡ് ഈ ഡിറക്ഷനിലും കോയിലിൻ്റെ പ്ലെയിൻ ഇങ്ങനെയും. ഇൻ ദിസ് അറേഞ്ച്മെൻറ്റ് ദ ഏരിയ വെക്ടർ ഓഫ് ദ കോയിൽ വിൽ മേക്ക് 90 degree വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കുന്നത് മനസ്സിലാക്കുക. ഇതാണ് ആ കോയിലിൻ്റെ പ്ലെയിൻ എന്ന് വിചാരിക്കുക, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഏരിയ വെക്ടർ ഓഫ് ദ ഏരിയ വെക്ടർ ഓഫ് ദ കോയിൽ വിൽ മേക്ക് 90 degrees വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് ദ ഏരിയ വെക്ടർ ഹിയർ. ഫ്ലക്സ് വരിക, മാഗ്നറ്റിക് ഫ്ലക്സ് വരിക ബി ഡോട്ട് എ ആണ്. വെൻ ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, ബി നിങ്ങൾക്ക് അറിയാലോ, വളരെ ക്ലിയർ ആണല്ലോ, ബി വെക്ടറും എ വെക്ടറും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. സോ ദ ഡോട്ട് പ്രൊഡക്റ്റ് വിൽ ഈൽഡ് 0. അതല്ലാതെ ലോജിക്കലിയും ആലോചിക്കാം, ഒരു കോയിൽ ഫീൽഡിന് പാരലൽ ആയിട്ടാണ് അതിൻ്റെ പ്ലെയിൻ ഇരിക്കുന്നതെങ്കിൽ അത് കട്ട് ചെയ്ത് പോകുന്ന ഫീൽഡ് ലൈൻസ് ഒട്ടും ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ലോജിക്കൽ വേർഷൻ. നൗ so 37. Magnetic flux phi in Weber in a closed circuit of resistance 10 ohm varies with time t in seconds as phi is equal to 6t square minus 5t plus 1.
the magnitude of induced current at t is equal to 0.25 seconds is. Now, it's a very straightforward question. We just need to use Faraday's law here to begin with. E induced is equal to minus d by dt of phi of t. I'm carrying the equation on time rate of change of magnetic flux will give us induced EMF in magnitude. Now, that is equal to minus d by dt of phi is given as 6t square minus 5t plus 1. If I do this, I'll have minus 12t minus 5. That will be my E induced as a function of time. എനിക്ക് കറണ്ട് ഇവാലുവേറ്റ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 0.25 സെക്കൻഡ്സ് ആയതുകൊണ്ട് സോ ഇ ഇൻഡ്യൂസ്ഡ് അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം വിൽ ബി മൈനസ് 12 ഇൻറ്റു ദിസ് ഇസ് 12. I just don't want you to confuse it with B or R for that matter. I'll just rewrite it. 12t minus 5 ആണ്. So I'll use that equation here to find out the E induced at the given point of time. That is 12 into 0.25 minus 5, and that is minus 3 minus 5, that is equal to 2. 2 volt ആണ് ആ സമയത്തെ induced EMF, ആ 0.25 സെക്കൻഡിൽ induced EMF. So induced current will be equal to E by R, that is 2 divided by 10, that is 0.2. 0.2 ആണ് ഫൈനൽ ആൻസർ വരിക. So 0.2 ampere, option A is the correct one. Now, next question. A semicircular coil of radius r is moving through a magnetic field as shown in the figure. Then the motional EMF induced is. നോക്കൂ, ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു പ്ലെയിനിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടൊരു ഡിറക്ഷനിൽ ഒരു ഏതെങ്കിലും ഒരു ഷേപ്പുള്ള ഒരു കോയിൽ മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. ഏത് ഷേപ്പാണെങ്കിലും the answer will be the induced EMF, the value of induced EMF will be B into L effective into V. V is the velocity with which the coil is moving in the perpendicular direction, that is clear. And L effective is the projection of this loop along the direction or along a line that is perpendicular to the magnetic field, and it should be also perpendicular to the velocity vector. അപ്പോൾ ഈ L effective ആണ് കാണേണ്ടത്. അപ്പോൾ ഈ കേസിൽ ഇതൊരു സെമി സർക്കുലർ ആയിട്ടുള്ള ലൂപ്പ് ആയതുകൊണ്ട് we can consider this as a coil or a loop with L effective, or rather a wire or conductor with L effective 2r. കാരണം ഇതിൻ്റെ റേഡിയസ് 6 ആവുമ്പം ഇതിൻ്റെ എഫക്റ്റീവ് ലെങ്ത് ഇതിൻ്റെ റേഡിയസ് 6 ആണല്ലോ. അപ്പം ഇവിടെയും ഒരു 6 വരും, ഇവിടെയും ഒരു 6 വരും. അപ്പം L effective എന്ന് പറയുന്നത് 6 ആണ്. സോ 2r ആണ്. സോറി, L effective എന്ന് പറയുന്നത് 2r ആണ്. മുകളിൽ 6 താഴെ 6 വെച്ചിട്ട് മൊത്തം L effective 2r വരിക. 2r ലെങ്ത് ഉള്ള ഒരു റോഡ് V വെലോസിറ്റിയിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കട്ട് ചെയ്തുകൊണ്ട് ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പോലെ തന്നെയാണ് ഈ ഇഫക്റ്റീവ് സിറ്റുവേഷൻ ഉണ്ടാവുക. സോ ദ വാല്യൂ ഓഫ് induced EMF across or and the motional EMF induced across the rod will be B into 2r into V, 2V BR or 2R or 2BRV. Okay, fine. Now the next question is, where is the high potential, where is the low potential? നോക്കൂ, ഇങ്ങനെയാണ് V ഇരിക്കുന്നത്, B വെക്ടർ ഇതാ ഇങ്ങനെ ഇരിക്കുന്നത്, സോറി ഇൻ ടു ദ പ്ലെയിൻ ആയിരിക്കുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അറിയേണ്ടത് പോസിറ്റീവ് ചാർജസ് എവിടെയാണ് ഉണ്ടാവുക, എവിടെയാണ് സെറ്റിൽ ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവ് ചാർജസ് സെറ്റിൽ ചെയ്യുന്ന ഭാഗത്താണ് വി എക്സ്പെക്ട് ദ പോസിറ്റീവ് ടെർമിനൽ ടു ബി. നോക്കൂ, ദിസ് ഇസ് V വെക്ടർ. ഞാൻ ആ പ്ലെയിൻ ഒന്ന് മാറ്റി വരയ്ക്കാം. This is V vector and this is B vector. Q into V cross B ആണ് പോസിറ്റീവ് ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ. സോ V cross B ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം V cross B നിങ്ങൾക്ക് V വെക്ടറും B വെക്ടറും അറിയാം. V cross B ക്ക് വേണ്ടിയിട്ട് ഐ റൊട്ടേറ്റ് എ റൈറ്റ് ഹാൻഡ് സ്ക്രൂ ഫ്രം ദ കോമൺ പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ വിച്ച് ലീഡ്സ് ഫ്രം V to B ത്രൂ ദ സ്മോളസ്റ്റ് ആംഗിൾ. അപ്പോൾ V ക്രോസ് B ചെയ്യുന്ന സമയത്ത് സ്ക്രൂ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിഞ്ഞ് ഹെഡ് മുകളിലേക്കാണ് പോവുക. സോ അപ്പ് ദ പ്ലെയിൻ ആണ് പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ.
സോ അപ്പ് ദ പ്ലെയിൻ ആണ് പോസിറ്റീവ് ചാർജ് മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ എങ്കിൽ ക്യൂവിൻ്റെ ഭാഗത്തേക്കാണ് പോസിറ്റീവ് ചാർജസ് മൂവ് ചെയ്യുക. നെഗറ്റീവ് ചാർജസ് വിൽ ബി ഓർ ദ നെഗറ്റീവ് ടെർമിനൽ വിൽ ബി പി ആൻഡ് ദ പോസിറ്റീവ് ടെർമിനൽ വിൽ ബി ക്യൂ, ഓർ ഹൈ പൊട്ടൻഷ്യൽ വിൽ ബി ക്യൂ, ലോ പൊട്ടൻഷ്യൽ വിൽ ബി പി. സോ ദ കറക്റ്റ് ആൻസർ ഇസ് 2 times BRV ആണ്, 2R into BV ആണ് വാല്യൂ വരിക, ആൻഡ് ഹൈ പൊട്ടൻഷ്യൽ is Q, is at Q. So option C is the correct one. So please understand how we solve it. Now, the next question. Two solenoids of equal number of turns have their lengths and the radii in the same ratio 1:2. The ratio of their self-inductances will be. Now, self-inductance L is mu 0 n square A divided by L. This is the equation. This is the formula. അങ്ങനെയാണെങ്കിൽ it's very clear that L is proportional to R square, because area circular cross section ആണെങ്കിൽ area pi r square ആയതുകൊണ്ട് L will be proportional to R square, and L is also proportional to 1 by L. നോക്കൂ, ലെങ്ത്തിൻ്റെ റേഷ്യോവും റേഡിയയുടെ റേഷ്യോവും സെയിം ആണ്, 1/2 ആണെന്നാണ് പറയുന്നത്. സോ ഐ ക്യാൻ സേ ദാറ്റ് L 1 by L2 will be equal to definitely R1 square by R2 square into L2 divided by L1. L2 divided by L1. Now see, R1 by R2 1/2 ആണ്, so you have 1/2 square here, and that multiplied with L2 by L1 will be again 2/1. When you cancel off, you will have L1 by L2 will be equal to 1/2. That will be the correct answer. L1 by L2 is equal to 1/2. Now, question number 40. The self-inductance of a solenoid that has a cross-section area of 1 centimeter square, a length of 0.1 meter and 1000 turns of wire is. Again, L is equal to mu 0 into n square A divided by L. And that is 4 pi into 10 raised to minus 7 multiplied with n square is 1000 square. That multiplied with area is 1 centimeter square, that is 1 into 10 raised to minus 4, because we need to convert that into meter square. That divided by length L is 0.1 meter. When you try and simplify this value will be close to 1.26 millihenry. That's how we solve this. It's purely based on the equation which gives you the value of L. L is equal to mu 0 n square A by L, and if there is a medium of relative permeability mu r placed inside this solenoid, the equation will change to mu 0 mu r n square A by L. So please understand that change, that variant. Now, question number 41. A wheel with 10 metal spokes, each of 0.5 meter length, is rotated with a speed of 120 rpm in a plane normal to the Earth's magnetic field at the place. If the magnitude of the field is 0.4 Gauss, the induced EMF between the axle and the rim of the wheel is equal to. നമുക്കൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ റിമ്മിന് അകത്ത് 10 സ്പോക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദ നമ്പർ ഓഫ് ദ സ്പോക്സ് is not a problem here. എത്ര നമ്പർ ഓഫ് സ്പോക്സ് ആണെങ്കിലും റിമ്മിൻ്റെയും എഡ്ജിൻ്റെയും ഇടയ്ക്ക് ഒറ്റ സ്പോക്ക് കൊണ്ടുണ്ടാവുന്ന ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് തന്നെ ആയിരിക്കും ഈ റിമ്മിൻ്റെയും എന്താ പറയുക റിമ്മിൻ്റെയും സെൻറ്ററിൻ്റെയും ഇടയ്ക്ക് ത്രൂ ഔട്ടുള്ള ആ കോമൺ ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ കാര്യം ആദ്യം മനസ്സിലാക്കുക. നൗ ആൻഡ് ഓൾസോ ഇതൊരു ഡിസ്ക് ആയിരുന്നെങ്കിൽ പോലും ആ ഡിസ്കിൻ്റെ എഡ്ജും ഡിസ്കിൻ്റെ സെൻറ്ററും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡും അതേ വാല്യൂ തന്നെയായിരുന്നു വരിക. അപ്പോൾ ഇതിൻ്റെ ബേസിക് ഇക്വേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. The induced EMF across the end or the rim and the center of the circle or the rod, the end points of the rod in this case will be equal to E induced is half B L square omega. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആൻസർ. ഇത് എങ്ങനെയാണ് കിട്ടുന്നതെന്നുള്ളത് ഫോളോയിങ് ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ വിൽ എക്സ്പ്ലെയിൻ ഹൗ ദാറ്റ് ഇസ് കാൽക്കുലേറ്റഡ്. നൗ ദ ഫോർമുല ഇസ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. നൗ അപ്പോൾ ഈ കേസിൽ വി ഹാവ് 1/2 ഹിയർ ആൻഡ് ദാറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് ദ മാഗ്നറ്റിക് ഫീൽഡ് ബി is 0.4 Gauss, that is 0.4 into
10 raised to minus 4 Tesla. Because everything has to be in SI units. Answer SI ലാണ് വേണ്ടത്. That multiplied with L square is 0.5 square multiplied with omega. Omega is 120 RPM ലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ that's a problem here. 120 RPM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 120 into 2 pi radian per 60 seconds. RPM is revolutions per minute. അപ്പം 120 revolutions per minute ആണുള്ളതെങ്കിൽ 120 into 2 pi ആയിരിക്കും മൊത്തം ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുക. ദാറ്റ് ഡിവൈഡഡ് ബൈ ഒരു മിനിറ്റിൽ 60 സെക്കൻഡ്സ് ആയതുകൊണ്ട് ദാറ്റ് ഡിവൈഡ് ബൈ 60 വിൽ ഗിവ് യു ദ റേഡിയൻ പെർ സെക്കൻഡ് വാല്യൂ. ദാറ്റ് ഇസ് ദ SI യൂണിറ്റ് വാല്യൂ ഫോർ ഒമേഗ. So this is what we have to simplify. If you simplify it, you can very easily see that the answer you get is 6.280 into 10 raised to minus 5. Please try solving this expression and please make sure that you get the given answer. So option D is the correct answer here. 6.280 into 10 raised to minus 5 volt. There is a potential difference developed across the rod, across each single spoke, and that will be same for every spoke. And the common potential difference between the rim and the center will exactly be the same. ഇങ്ങനെ ഓർത്താൽ മതി, ഈ ഓരോ സ്പോക്കും ഒരു ബാറ്ററി ആയിട്ട് ആക്ട് ചെയ്യും, ഓരോ EMF സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും ഈ റൊട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു 10 സ്പോക്ക് ഉണ്ടെങ്കിൽ 10 ബാറ്ററി പാരലിൽ വന്ന പോലെയാണ്. അതുകൊണ്ട് തന്നെ 10 ബാറ്ററി പാരലിൽ വന്നു കഴിഞ്ഞാൽ 10 ആൾക്കും സെയിം EMF ആണെങ്കിൽ ആ കോമ്പിനേഷൻ്റെ നെറ്റ് EMFും സെയിം തന്നെയാണ് വരിക. അപ്പോൾ ആ ഒരു ലോജിക്ക് ഇതിൻ്റെ കൂടെ ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഇസ് ദി ആൻസർ. We will now look at the next question, question number 42. A conducting rod of length 2L is rotating with a constant angular speed omega about its perpendicular bisector. A uniform magnetic field B exists parallel to the axis of rotation. The EMF induced between the two ends of the rod is given by. Now, നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആ റോഡിൻ്റെ ഹാഫ് പോർഷൻ മാത്രം കൺസിഡർ ചെയ്യാം. ഇതിന് ഇങ്ങോട്ടും റോഡ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. എനിവേസ് അത് നമുക്ക് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് ദാറ്റ് ഇസ് കമ്മിങ് ഔട്ട് ഓഫ് ദ പ്ലെയിൻ അല്ലേ. സോ ഐ ഷുഡ് ആക്ച്വലി ഡ്രോ പ്രോപ്പർ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഹിയർ. ദാറ്റ് വിൽ ബി, ഞാൻ ഡോട്ട്സ് ആണ് വരയ്ക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ആ ഒരു ഐഡിയ ഓർത്ത് വെക്കുക. നൗ വാട്ട് ഐ നീഡ് ടു കാൽക്കുലേറ്റ് ഈസ് ഐ നീഡ് ടു കാൽക്കുലേറ്റ് ദ ഇൻഡ്യൂസ്ഡ് EMF ഡെവലപ്ഡ് at a very small segment of length dx, which is at x distance from the center of rotation. നോക്കൂ, ഈ പ്ലെയിനിൽ നിന്നിട്ട് ഈ റോഡ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം x ദൂരം അകലെ dx എലമെന്റിൽ ഇവിടെ മാത്രം ഡെവലപ്പ് ആവുന്ന ഇൻഡ്യൂസ്ഡ് EMF ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ ഒരു ചെറിയ പോർഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് dx ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് B ആണെന്ന് മനസ്സിലാക്കുക. B is upwards and the rod is moving in a plane that is perpendicular to the magnetic field, and the velocity, the tangential velocity of that element of the rod is x omega. ഒമേഗയിലാണ് ഈ സംഗതി കറങ്ങുന്നതെങ്കിൽ എക്സ് ഒമേഗ ആയിരിക്കും ആ ഒരു ചെറിയ പോർഷൻ്റെ, ഈ ഒരു ചെറിയ പോർഷൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റി. സോ ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് ഐ കെൻ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് dv, ആ ഒരു ചെറിയ പോർഷനുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്ഡ് വിൽ ബി ഈക്വൽ ടു അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് മൾട്ടിപ്ലൈഡ് വിത്ത് ആ സെഗ്മെന്റ് ലെങ്ത് ദാറ്റ് ഇസ് dx ഇൻറ്റു the velocity with which it is traveling, that is x omega. നോക്കൂ, this is basically b into l into v എന്നുള്ള ഫോർമുല തന്നെയാണ്. So this is dv. അപ്പം അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി എൻറ്റയർ റോഡ്, ഈ പറയുന്ന എൽ ലെങ്ത് ഉള്ള റോഡ് മാത്രം കേട്ടോ പറയുന്നത്. നമ്മൾ വി ആർ ഫോക്കസിങ് ആർ ഡിസ്കഷൻ ഓൺ എൽ ലെങ്ത് ഓഫ് ദ റോഡ്. മറ്റേ ഭാഗത്തേക്ക് എൽ കൂടി ഉണ്ട്, അത് നമുക്ക് ഡിസ്കഷനിൽ കൊണ്ടുവരാം. വെയിറ്റ് ചെയ്യൂ. So v will be equal to integral bx omega dx from 0 to L. ഈ ഒരു ഹാഫ് പോർഷൻ്റെ മാത്രമാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് വിൽ ബേസിക്കലി ബി ഹാഫ് ഇൻറ്റു ബി ഒമേഗ സ്ക്വയർ ഓർ ബി ഒമേഗ എൽ സ്ക്വയർ. ആ ഇൻ്റഗ്രൽ സോൾവ് ചെയ്യുമ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ആൻസറാണിത്. നൗ ബട്ട് പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, സെൻറ്ററിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഒരു റോഡ്, നമ്മുടെ ഈ കേസിലുള്ള റോഡ് എടുക്കുകയാണെങ്കിൽ ഇതാണ് റോഡിൻ്റെ സെൻറ്റർ. ഇങ്ങോട്ട് എൽ ലെങ്ത് ഉണ്ട്, ഇങ്ങോട്ട് എൽ ലെങ്ത് ഉണ്ട്. ഇതിൽ സീറോ പൊട്ടൻഷ്യൽ ഉള്ള പോയിന്റ് ആയിരിക്കും. അതായത് ഇത് നമ്മൾ അതിൻ്റെ ലോ പൊട്ടൻഷ്യൽ പോയിന്റ് എടുക്കുകയാണെങ്കിൽ എഡ്ജിലേക്കുള്ള പോയിന്റിലേക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ വരും.
അതേപോലെ തന്നെ ഈ റൊട്ടേഷന്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഹാഫ് മാത്രമല്ല മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്യുന്നത്, ഇതിന്റെ മറ്റേ ഹാഫ് മാഗ്നറ്റിക് ഫ്ലക്സ് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവും, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ ഉണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെന്ററും എഡ്ജും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെങ്കിൽ ആൻസർ വരിക ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗയാണ് വരിക. പക്ഷെ രണ്ട് എഡ്ജുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ ചോദിച്ചെങ്കിൽ രണ്ടാളും സെയിം പൊട്ടൻഷ്യലിൽ നിൽക്കുന്നതുകൊണ്ട് ഡിഫറൻസ് വിൽ ബി 0. സോ ദ കറക്റ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ ഇസ് 0. പക്ഷേ ഇതൊരു ഹാഫ് റോഡ് ആയിട്ട് വേണമെങ്കിലും ചോദിക്കാം. അതായത് ഇങ്ങനെ ഒരു റോഡ് മാഗ്നറ്റിക് ഫീൽഡ് റൊട്ടേറ്റ് ചെയ്യുന്നതായിട്ടും വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ ദി ആൻസർ വിൽ ബി ഹാഫ് ബി ഒമേഗ എൽ സ്ക്വയർ ആണ് വരിക. ഈ കേസിൽ ആ റോഡിന്റെ നടുക്ക് വെച്ചിട്ടാണ് അത് കറക്കുന്നത്, നടുക്ക് പിവറ്റ് ചെയ്തിട്ടാണ് അത് കറക്കുന്നത്. അപ്പോൾ രണ്ട് എഡ്ജിലും സെന്ററിനെ അപേക്ഷിച്ച് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗയാണ്. സോ രണ്ട് പോയിന്റും സെയിം പൊട്ടൻഷ്യൽ ആയിരിക്കും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 42. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Now, question 43. A copper ring having a cut such as not to form a complete loop is held horizontally and a bar magnet is dropped through the ring with its length along the axis of the ring. Then the acceleration of the falling magnet is, that is a question. അപ്പോൾ നമുക്ക് എന്താ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇതിങ്ങനെ ഒരു ലൂപ്പ് ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ഒരു ലൂപ്പാണ് ആൻഡ് വി ആർ ഡ്രോപ്പിംഗ് എ മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഹിയർ. ഈ മാഗ്നറ്റ് അടുത്തേക്ക് വരുന്ന സമയത്ത് നോർത്ത് പോൾ ഇസ് അപ്രോച്ചിങ് ദിസ് കോയിൽ. അപ്പോൾ കോയിൽ ഇവിടെ ഒരു നോർത്ത് പോൾ എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് കറണ്ട് ഫ്ലോ ചെയ്യും. മാഗ്നറ്റ് ലീവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ സൗത്ത് ഇവിടെ നോർത്തും ഉണ്ടാവും. സൗത്ത് ലീവ് ചെയ്യുമ്പോൾ താഴെ ഒരു നോർത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ മുകളിൽ സൗത്ത് വരണം. അപ്പോൾ അതൊരു ക്ലോക്ക് വൈസ് കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെ. ബട്ട് ദാറ്റ് ഇസ് വെൻ ഇറ്റ് ഇസ് എ ക്ലോസ്ഡ് ലൂപ്പ്. അങ്ങനെ ക്ലോസ് ലൂപ്പ് ആയിരുന്നെങ്കിൽ ഇങ്ങനെ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി, ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായി, അത് മൂവ്മെന്റ് ഓഫ് ദ മാഗ്നറ്റിനെ ഒപ്പോസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് വരുമ്പോഴും ഒരു സ്റ്റോപ്പേജ് ഉണ്ടാവും, പോകുമ്പോൾ ഒരു സ്റ്റോപ്പേജ് ഉണ്ടാവും. അപ്പം താഴത്തേക്ക് പോകുമ്പോഴുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജീനെക്കാളും കുറവായിരിക്കും ആ ഒരു കേസിൽ, ഓർ ലെസ് ദാൻ ജി ഉണ്ടാവുക ആ ഒരു കേസിൽ. ബട്ട് ഇൻ ദിസ് കേസ് ആ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവാനും കറണ്ട് സർക്കുലേറ്റ് ചെയ്യാനും ഉള്ള പോസിബിലിറ്റി ഇല്ല. കാരണം കോയിൽ ബ്രോക്കൺ ആണ്, കോയിൽ കംപ്ലീറ്റ് അല്ല. അതുകൊണ്ട് തന്നെ ദി ആൻസർ ക്യാൻ ബി ഈക്വൽ ടു ജി. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഞാൻ റിമൈൻഡ് ചെയ്യാം. ഈ തിൻ റിംഗിന് പകരം ഒരു വലിയ മെറ്റാലിക് ബൾക്കാണ് അവിടെ കൊടുത്തതെങ്കിൽ ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എഡി കറൻസ് ഫോമിങ്. എഡി കറന്റ് ലൂപ്സ് ആ ബൾക്കിൽ ഫോം ചെയ്യുന്നതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെ എഡി കറന്റ് ഫോം ചെയ്യുമ്പോഴും ലെൻസ് ലോ പ്രകാരം ആ എഡി കറന്റ് ഫോം ചെയ്തിട്ടുണ്ടാവുന്ന ഒരു ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, അത് വരുന്ന മാഗ്നറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും, ആ മൂവ്മെന്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഒരു റിഡക്ഷൻ ഇൻ മോഷൻ ഉണ്ടായേക്കാം. പക്ഷെ അത് ഈ ഒരു കേസിൽ അത് കൺസിഡേർഡ് അല്ല. ഈ ഒരു ക്വസ്റ്റ്യനിൽ അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. നമ്മൾ കംപ്ലീറ്റ് കോയിൽ ഡെവലപ്പ് ചെയ്യുന്ന ഇൻഡ്യൂസ്ഡ് EMF കാരണമുള്ള കറന്റ് ഫ്ലോനെ മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്ന പൊളാരിറ്റിയും അങ്ങനെ ഉണ്ടാവുന്ന ഓപ്പോസിഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് വീൽ ജസ്റ്റ് ലിമിറ്റ് അവർ ആൻസർ ടു ജി. പക്ഷേ പ്ലീസ് ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് in a much broader perspective, ഒരു പക്ഷേ എഡി കറന്റ് ഫോർമേഷൻ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഡി കറന്റ് ഫോർമേഷൻ മൂവ്മെന്റ് ഓഫ് മാഗ്നറ്റിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യുക. അഗൈൻ ലെൻസ് ലോന്റെ കോൺസിക്വൻസ് തന്നെ. അപ്പോൾ അതുകൊണ്ട് ആ മോഷനെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ലെസ് ദാൻ ജി ആയിട്ടാണ് ആക്സിലറേഷൻ വരിക. ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. ഒരു തിൻ റിംഗ് എന്നുള്ള കേസിൽ വി ആർ ഡിസ്കാർഡിംഗ് ദാറ്റ് പോസിബിലിറ്റി. സോ ആർ ആൻസർ ഇസ് ഓപ്ഷൻ എ, ജി. Now, the next question. An aeroplane having a wingspan of 35 meter flies due north with a speed of 90 meter per second. Given b is equal to 4 into 10 raised to minus 5 Tesla. The potential difference between the tips of the wings will be. നോക്കൂ, ഒരു എയർക്രാഫ്റ്റിൻ്റെ വിങ് സ്പാൻ 35 മീറ്റർ ആണെന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ 35 മീറ്ററുള്ള ഒരു റോഡായിട്ട് അതിനെ കൺസിഡർ ചെയ്യുക. അതൊരു വി വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. അവിടെയുള്ള വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സാക്ട്ലി 4 into 10 raised to minus 5 ടെസ്ലയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് നോക്കുന്ന സമയത്ത് magnetic field, there is a magnetic field into the plane or out of the plane. Anyways, we'll consider that magnetic field to be into the plane. ഇങ്ങനെയാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളതെന്ന് വിചാരിക്കുക.
ഈ മാഗ്നറ്റിക് ഫീൽഡ് റീജിയനിലാണ് നമ്മുടെ വിങ് സ്പാൻ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു റോഡ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഇഫക്റ്റീവ്ലി അങ്ങനെ ആ രീതിയിൽ എയർക്രാഫ്റ്റിനെ കൺസിഡർ ചെയ്യുക. ദിസ് ഇസ് 35 meter long and velocity is in this direction v. ഓക്കെ, ഇങ്ങനെ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് ഫീൽഡ് ലൈൻസിനെ കട്ട് ചെയ്യുന്നുണ്ട്, ഫ്ലക്സ് കട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെ ആകുമ്പോൾ ദർ വിൽ ബി എൻ ഇൻഡ്യൂസ്ഡ് EMF which has a value BLV that will be generated across its ends. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബിൻ്റെ വാല്യൂ ഇസ് 4 into 10⁻⁵, L is 35 and V is 90 meter per second. Now everything is in SI units. If I do the simplification, the answer will be 0.126 volts, which is option A. So option A is the correct one here. Now moving on to the next question, 45. Lenz's law is a consequence of the law of conservation of energy, charge, momentum, mass. Now, Lenz's law basically tells us or helps us to predict the direction of induced EMF and induced current which is developed in a conductor that is moving in a region of magnetic field, or that is moving in a way in which it cuts magnetic flux. Anyways, ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ Lenz's law is actually a consequence of conservation of energy. That is the correct answer. I'll tell you why that is. നോക്കൂ, Lenz's law പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുന്നത്, ഇൻഡ്യൂസ്ഡ് EMFും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാവുന്നത് അവിടെ ഉണ്ടാവുന്ന മോഷൻ ഓഫ് ദ മാഗ്നറ്റ് ഓർ ദ കോയിൽ വിച്ച് കോസസ് എ ഫ്ലക്സ് ചേഞ്ച് അതിനെ ഒപ്പോസ് ചെയ്യാനാണ്. എന്ത് മോഷൻ ആണോ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുന്നത്, ആ ഫ്ലക്സ് ചേഞ്ചിന് കാരണമാവുന്ന മോഷനെ ഒപ്പോസ് ചെയ്യുന്ന, ആ ഫ്ലക്സ് ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഫ്ലക്സ് ചേഞ്ചിന് കാരണമാവുന്ന മോഷനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒപ്പോസിഷൻ്റെ ഭാഗമായിട്ട് ആ ബോഡിക്ക് ലൂസ് ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി നിങ്ങൾക്ക് കറണ്ട് ഫ്ലോയുടെ ഭാഗമായിട്ട് ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്ത് കിട്ടും. സോ ദി എനർജി ഇസ് കോൺസർവ്ഡ് ഹിയർ. So it's actually understood that Lenz's law is a consequence of conservation of energy. Idea ഒന്ന് മനസ്സിലാക്കുക. It is very clearly given. Faraday's law നിങ്ങൾക്ക് magnitude of induced EMF പറഞ്ഞു തരും. ആ induced EMF കാരണം ഉണ്ടാവുന്ന current flowന്റെ direction predict ചെയ്യാൻ സഹായിക്കുന്ന law ആണ് Lenz's law, and it states very clearly that the induced EMF and the induced current corresponding opposes the cause of change in flux. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇൻഡ്യൂസിനെ -d∅/dt എന്ന് എഴുതുന്നത്. ദിസ് നെഗറ്റീവ് സൈൻ ഈസ് ഓവിങ് ടു Lenz's law. Now, question number 46 says the magnetic moment of a current I carrying circular coil of radius r and number of turns capital N varies as. നോക്കൂ, മാഗ്നറ്റിക് മൊമെന്റ് വെക്ടർ m വെക്ടറിന്റെ മോഡുലസ് എന്ന് പറയുന്നത് is NIA, where n is the number of turns, I is the current flowing in the coil, and A is the area of the coil. Now, since area is there, ആ ഏരിയനെ നമുക്ക് pi into r square എന്ന് എഴുതാൻ പറ്റും, where r is the radius of the coil. So this is Ni into pi r square. Now, it's very clear that modulus of m, magnetic moment in the modulus is proportional to r square, square of the radius of the coil. So correct option is D. Now, question 47. At a given place on Earth's surface, the horizontal component of Earth's magnetic field is 3 into 10⁻⁵ Tesla, and the resultant magnetic field is 6 into 10⁻⁵ Tesla. The angle of dip at this place is. Now, നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്നുള്ള പ്ലെയിൻ മാത്രം കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആ മാഗ്നറ്റിക് മെറിഡിയൻ എന്നുള്ള പ്ലെയിൻ എന്ന് പറയുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന് എലോങ് ആയിട്ടുള്ള മാഗ്നറ്റിക് നോർത്ത് ആൻഡ് സൗത്തിനെ ആ ലൈനിനെ കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മനസ്സിലാക്കുക. ആൻഡ് ദിസ് ഇസ് ദി ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് വെക്ടർ. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഓഫ് ഡിപ്പ് ഇസ് ദിസ് ആംഗിൾ ഹിയർ, ദാറ്റ് ഇസ് ദി ആംഗിൾ ദാറ്റ് ദി ഇഫക്റ്റീവ് മാഗ്നറ്റിക് ഫീൽഡ് മേക്സ് വിത്ത് ദ ലൈൻ ദാറ്റ് ഇസ് പാരലൽ ടു ദ സർഫസ് ഓഫ് ദി എർത്ത്, or the horizontal line at that point on the surface of the earth. ഹൊറിസോണ്ടലിന് ആ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാക്കുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് ഡിപ്പ്. അങ്ങനെയാണെങ്കിൽ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് BH will be equal to B cos delta, and vertical component of magnetic field BV will be equal to B sin delta. It's a very simple thing that you can figure out from this diagram. And it is very clearly told in the question that
horizontal component correct 3 into 10 raised to minus 5 Tesla actual B in the value 6 into 10 raised to minus 5 Tesla ആണെങ്കിൽ B into C cos delta will be equal to BH, which is 3 into 10 raised to minus 5 Tesla is equal to 6 into 10 raised to minus 5 Tesla multiplied with cos delta, which means cos delta is equal to 1 by 2 on rearrangement, which means delta will be equal to 60 degrees. Delta here we get it as 60 degrees. The correct option is option D again. So now we'll move on to the next question. Now, susceptibility or magnetic susceptibility is positive and large for. So we have a set of substances given here. അതിൽ ഏതിനാണ് സസെപ്റ്റബിലിറ്റി പോസിറ്റീവും ലാർജും എന്നുള്ളതാണ്. നോക്കൂ, സസെപ്റ്റബിലിറ്റി കൈഎം എന്ന് പറയുന്നത് ഈസ് സ്മോൾ ആൻഡ് നെഗറ്റീവ് ഫോർ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസസ് diamagnetic substances. It is small and positive for paramagnetic substances. It is large and positive for ferromagnetic substances. അപ്പോൾ ഈ ഐഡിയ ഈ ഡേറ്റേൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പോസിറ്റീവ് ആൻഡ് ലാർജ് ആവുന്നത് is for ferromagnetic substances. Option B is the correct one. Now, question number 49. Calculate Earth's magnetic field at a place where the angle of dip is 60 degrees and the vertical component of Earth's field is 40 Gauss or 0.40 Gauss. I'm sorry about that. നോക്കൂ, നമുക്ക് എന്താ കാണേണ്ടത്? വി നീഡ് ടു ഫൈൻഡ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. നമുക്ക് കാണേണ്ടത് ഒരു കാര്യം നമുക്ക് അറേഞ്ച് ചെയ്യാം. വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയാകുമ്പോൾ എഗെയിൻ നമ്മൾ നേരത്തെ വരച്ച മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് വരയ്ക്കുക. ഇതായിരിക്കും ബി എന്ന് വരുന്നത്. And this angle here, that is the angle that the magnetic field makes with the horizontal will be angle of dip. അങ്ങനെയാണെങ്കിൽ this is BV, which means BV is equal to B sin dou. അങ്ങനെയാണ് നമുക്ക് കാണേണ്ടത് B ആയതുകൊണ്ട് B is equal to BV divided by sin dou ആണ് ആൻസർ വരിക. And it is given in the question that BV is vertical component of Earth's magnetic field 0.40 Gauss ആണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. And it is also understood that dou is 60 degree. അപ്പോൾ താഴെ sin 60 ഉണ്ടാവും, which is 0.4 divided by root 3 by 2. And that is 0.8 divided by root 3, which will be 0.8 divided by 1.7 approximately, which will give you an answer that is close to 0.46. That is C is the correct option. 0.46 Gauss in a close side transfer ആണ് വരിക. So option C is the correct one. Now we will move on to the 50th question. That is, the relative permeability of iron is 5500. Its magnetic susceptibility is. Now there is a relation which connects the relative permeability, that is mu r, with magnetic susceptibility, that is mu r is equal to chi m plus 1. All right. Chi m പക്ഷേ ഡയമagnetic മെറ്റീരിയൽ നെഗറ്റീവ് ആവാന്നുള്ള കാര്യം മറക്കരുത്. പക്ഷേ we are talking about material that has very high relative permeability. So we are looking at a ferromagnetic material. ആ കാര്യം ഒന്ന് ഗസ്സിംഗിൽ വരുത്തുക. അതിൻ്റെ കൂടെ ഈ കാര്യം ഓർത്ത് വെക്കുക. mu r is 5500 and that is equal to chi m plus, and then you have 1, which means chi m will have to be equal to 5500 minus 1, that is 5499. The correct answer is option B, 5499. Now, question number 51. Curie's law can be written as. Now, Curie's law establishes a relation between magnetic susceptibility of a material, that is chi m, with its absolute temperature. And we are discussing purely about paramagnetic materials. Please understand that. ഒരു പാരാമാഗ്നറ്റിക് മെറ്റീരിയലിൽ പാരാമാഗ്നറ്റിസം കാണിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ മാഗ്നറ്റിക് ഡൈപോളുകളെ
എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് എലോങ് ആയിട്ട് അലൈൻ ചെയ്ത് ഉള്ളിൽ ഒരു സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ്. ആ മെറ്റീരിയലിൻ്റെ അകത്ത് ഒരു സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന് എലോങ് ആയിട്ട് ഉള്ളിലുള്ള ഡിറേഞ്ച്ഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഡൈപോളുകളെ അലൈൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. പക്ഷേ ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് റാൻഡം മോഷൻ കൂടുന്നതുകൊണ്ട് ഇങ്ങനെ പ്രോപ്പറായി അലൈൻ ചെയ്യാനുള്ള എബിലിറ്റി ലോസ് ആയിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് the magnetic susceptibility decreases. So chi m is proportional to 1 by T for paramagnetic materials, and that is exactly what you call Curie's law. That is option C is the correct one. ഒരു കാര്യം കൂടി ഓർത്തു വെക്കുക, there is another law, very similar law called Curie-Weiss law, and that applies for ferromagnetic materials which after a certain critical temperature starts acting like paramagnetic materials. അങ്ങനത്തെ ഒരു കേസിൽ chi m proportional to 1 by T minus Tc എന്നുള്ളൊരു ലോ കൂടി ഉണ്ട്. പക്ഷെ അത് Curie-Weiss law ആണ്, and that applies for ferromagnetic materials and this is for paramagnetic materials. And T minus Tc വരാനുള്ള കാരണം എന്ന് പറയുന്നത് ബിയോണ്ട് Tc ആണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ്. ബിയോണ്ട് ടി സി എന്ന് പറഞ്ഞാൽ ആബ്സൊല്യൂട്ട് ടെമ്പറേച്ചറിന് മുകളിലാണ് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ കാണിച്ചു തുടങ്ങുക. അതുകൊണ്ട് അതിനുശേഷമുള്ള ടെമ്പറേച്ചർ ഗ്രോത്തിനെയാണ് chi m ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ ഇങ്ങനെ വരുന്നത്. ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. വിൽ നൗ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 52. A diamagnetic material in a magnetic field moves from, see, just imagine there is a non-uniform magnetic field here. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഇവിടെ ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി കൂടുതലാണ്, ഇവിടെ ഫീൽഡ് ലൈൻസിൻ്റെ ഡെൻസിറ്റി കുറവാണ്. സോ ദർ ഇസ് എ ഹൈ ഓർ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ ആൻഡ് ദർ ഇസ് എ വീക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഹിയർ. ഓക്കെ, സോ ഈ ഒരു അറേഞ്ച്മെൻറ്റിൽ ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ മാഗ്നറ്റൈസ്ഡ് ആവുക ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റൈസിങ് ഫീൽഡിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ടാണ് മാഗ്നറ്റൈസ്ഡ് ആവുക ഒരു ഡയമാഗ്നറ്റിക് മെറ്റീരിയൽ. അങ്ങനെ ആയതുകൊണ്ട് തന്നെ ആ ഡയമാഗ്നറ്റിക് മെറ്റീരിയൽസ് സ്ട്രോങ്ങർ റീജിയൻ ഓഫ് ഫീൽഡിൽ നിന്ന് വീക്കർ റീജിയനിലേക്ക് മൂവ് ചെയ്യാണ് ചെയ്യുക. അതേസമയം പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ അത് മാഗ്നറ്റൈസ്ഡ് ആവുക എലോങ് ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡാണ്. അതുകൊണ്ട് അത് മൂവ് ചെയ്യുക, പാരാമാഗ്നറ്റിക് മെറ്റീരിയൽ മൂവ് ചെയ്യുക വീക്കർ ഫീൽഡിൽ നിന്ന് സ്ട്രോങ്ങർ ഫീൽഡിലേക്കാണെങ്കിൽ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽസ് മൂവ് ചെയ്യുക ഫ്രം ദ റീജിയൻ ഓഫ് സ്ട്രോങ്ങർ ഫീൽഡ് ടു വീക്കർ ഫീൽഡ് ആണ്. പ്രത്യേകം മനസ്സിലാക്കുക. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഇറ്റ് മൂവ്സ് ഫ്രം ദ സ്ട്രോങ്ങർ ഫീൽഡ് ടു വീക്കർ പാർട്സ് ഓഫ് ദ ഫീൽഡ് ആൻഡ് ദാറ്റ് ഇസ് ഫോർ ഡയാമാഗ്നറ്റിക് മെറ്റീരിയൽ. ഓർത്തു വെക്കുക. നൗ question number 53. The time period of oscillation of a freely suspended bar magnet with usual notations is given by. നോക്കൂ, ഒരു ഫ്രീലി സസ്പെൻഡഡ് ബാർ മാഗ്നറ്റ് ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള റീജിയനിൽ, ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡുള്ള റീജിയനിൽ അലൈൻ ചെയ്യുക is in such a way that the torque acting on it is 0 and in stable equilibrium. ആ stable equilibrium വരിക is when the magnetic field and the magnetic dipole moment vector, that is m vector of the magnet, are in same direction. Angle between m vector and b vector 0 ആവുന്നിടത്താണ് ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയം വരിക. ഇവിടെ സ്പെസിഫിക്കലി ഞാൻ ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിക്കുകയാണ്. കാരണം ഇവിടെ ഞാൻ മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതെങ്ങനെയാണ് മാഗ്നറ്റ് സസ്പെൻഡ് ആയിരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ പറയുന്ന എമ്മിൻ്റെ പ്ലെയിനിലിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കോമ്പണന്റ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ഐ യൂസ് ബി എച്ച് ഇൻസ്റ്റെഡ് ഓഫ് പി ഹിയർ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നൗ ഇങ്ങനെ ഇരിക്കെ, ഈ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലിരിക്കെ ഞാൻ പതുക്കെ ഒരു ചെറിയ ആംഗിളിൽ ഇത് ഡിസ്പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, വളരെ ചെറിയൊരു ആംഗിൾ തീറ്റയിൽ ഞാൻ ഈ പറഞ്ഞ ബാർ മാഗ്നറ്റിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന റീസ്റ്റോറിംഗ് ടോർക്ക് ടോ വിൽ ബി ഈക്വൽ ടു മൈനസ് എം ബി സൈൻ തീറ്റ. ഐ പുട്ട് എ മൈനസ് സൈൻ ഹിയർ ബിക്കോസ് തീറ്റയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ് റിസ്റ്റോറിംഗ് ടോർക്ക് ആക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പോയിന്റ് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് ഞാനൊരു മൈനസ് സൈൻ ഇവിടെ പ്ലേസ് ചെയ്യുന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ആൻഡ് ടോ ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ഐ ഇൻറ്റു alpha, where I is the moment of inertia of that bar magnet about the axis of its suspension,
and alpha is the angular acceleration encountered by the bar magnet, and then you have minus mb theta. I replace sin theta with theta because for small angles theta is close to sin theta. നമ്മൾ സ്മോൾ ആംഗിൾ ഡിസ്പ്ലേസ് ചെയ്യുന്നുള്ളൂ, അപ്പോൾ നമ്മൾ സ്മോൾ ആംഗിൾ അപ്രോക്സിമേഷൻ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓൺ റീഅറേഞ്ച്മെൻറ്റ് ദിസ് ഇസ് ബേസിക്കലി ഐ ആൽഫ പ്ലസ് എം ബി തീറ്റ ഇസ് ഈക്വൽ ടു 0 or I into d square theta by dt square plus mb theta is equal to 0. This here is a standard differential equation for angular oscillations here. ആ സിമ്പിൾ ഹാർമോണിക് ഓസിലേഷൻസ് ഉണ്ടാവുന്നതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ നമുക്ക് ഈസി ആയിട്ട് വി ക്യാൻ ഫിഗർ ഔട്ട് ഒമേഗ, ദാറ്റ് ഈസ് ദി ആംഗുലർ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. യു ജസ്റ്റ് ഹാവ് ടു റീഅറേഞ്ച് ദിസ്, ദാറ്റ് ഈസ് ഡി സ്ക്വയർ തീറ്റ ബൈ ടി ടി സ്ക്വയർ പ്ലസ് എം ബി. ഐ യൂസ് ബി എച്ച് ഇൻസ്റ്റെഡ് ഓഫ് ബി ഹിയർ. ആ കാര്യം ഞാൻ സ്റ്റേറ്റ് ചെയ്തതാണ്, ഞാനിവിടെ എഴുതാൻ മറന്നുപോയതാണത്. ബി എച്ച് ബൈ ഐ ഇൻറ്റു തീറ്റ ഇസ് ഈക്വൽ ടു 0. നൗ അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷൻ ഉണ്ടല്ലോ, ഈ ടേം ദാറ്റ് ഇസ് ഈ ഫാക്ടേഴ്സ് എം ബി എച്ച് ഡിവൈഡഡ് ബൈ ഐ വിൽ ബി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ. ഓസിലേഷൻസിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു തവണയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ if this is omega, time period t will be equal to 2 pi by omega, or that will be equal to 2 pi into 1 by omega, that is omega square mbh by I ആണെങ്കിൽ omega will be root of mbh by I, so 1 by omega will be I by mbh within the root. So the correct option here will be option A. So question number 53, the correct option is option A. T is equal to 2 pi into root of I by m bh. M എന്നുള്ളത് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് മനസ്സിലാക്കുക. I is the moment of inertia of the bar magnet about the axis about which it is rotating. Now, next question. Question number 54. The materials used or materials suitable for making electromagnets should have. The correct answer is low retentivity and low coercivity. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ മെറ്റീരിയൽസിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസും മാഗ്നറ്റിക് ഹിസ്റ്ററീസും ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഫോർ ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സോളിനോയിഡിൻ്റെ അകത്ത് ഒരു കോർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, ഒരു ഫെറോ മാഗ്നറ്റിക് കോർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ സോളിനോയിഡിലൂടെ കറണ്ട് പാസ് ചെയ്ത് ഒരു ഇൻഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കി കോറിനെ മാഗ്നറ്റൈസ് ചെയ്ത് ഒരു ഹെവി സ്ട്രോങ് മാഗ്നറ്റ് ആക്കി വെക്കുന്ന അറേഞ്ച്മെൻറ്റിനെ പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ഇലക്ട്രോമാഗ്നറ്റ്സ് ഷുഡ് ബി ഈസിലി കൺട്രോളബിൾ. ഞാൻ എപ്പം കറണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നോ, എപ്പം ഞാൻ എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കുന്നോ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവണം. എപ്പം ഞാൻ വിത്ഡ്രോ ചെയ്യണോ അപ്പം തന്നെ ആ മാഗ്നറ്റിക് ഫീൽഡ് ലോസ്റ്റ് ആവണം. അതിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ മാഗ്നറ്റിക് ഫീൽഡും കൊടുക്കേണ്ടി വരരുത്. അപ്പോൾ അതാണ് ആ സിറ്റുവേഷനെ പറയുന്ന പേരാണ്, ആ സിറ്റുവേഷനാണ് നമുക്ക് ഐഡിയലി വേണ്ടത് ഫോർ ഇലക്ട്രോമാഗ്നറ്റ്സ്. റിറ്റൻറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് റിലീസ് ചെയ്യുമ്പോഴും മാഗ്നറ്റൈസിങ് ഫീൽഡ് റിലീസ് ചെയ്താലും അതിൻ്റെ മാഗ്നറ്റിക് നേച്ചർ റീറ്റെയിൻ ചെയ്യുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് റിറ്റൻറ്റിവിറ്റി. അത് ലോ ആയിരിക്കണം, കാരണം എനിക്ക് ഈസിലി കൺട്രോളബിൾ ആയിരിക്കണം ആ ഇലക്ട്രോമാഗ്നറ്റ്. ഞാൻ എപ്പം വിത്ഡ്രോ ചെയ്യുന്നോ മാഗ്നറ്റൈസിങ് ഫീൽഡ് അപ്പം ആ മാഗ്നറ്റൈസേഷൻ അതും നഷ്ടപ്പെടേണ്ടതുണ്ട്. സോ ലോ റിറ്റൻറ്റിവിറ്റിയാണ് വേണ്ടത്. നൗ ലോ കോഴ്സിവിറ്റി, ബിക്കോസ് നൗ വാട്ട് ഇസ് കോഴ്സിവിറ്റി? കോഴ്സിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കോറിനെ മാഗ്നറ്റൈസ് ചെയ്തു, മാഗ്നറ്റൈസേഷൻ പുറത്തുനിന്നുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് 0 ആക്കി, അപ്പോഴും കുറച്ച് മാഗ്നറ്റൈസേഷൻ അതിൽ ബാക്കിയുണ്ടെന്ന് വിചാരിക്കുക ഇൻ ദാറ്റ് മെറ്റീരിയൽ. നൗ അതിനെ പൂർണ്ണമായി നഷ്ടപ്പെടുത്തി കളയാൻ ഞാൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു മാഗ്നറ്റൈസിങ് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുക്കേണ്ടതുണ്ട്. ആ കൊടുക്കേണ്ട ഫീൽഡിൻ്റെ എമൗണ്ട് ആണ് കോഴ്സിവിറ്റി മെഷർ ചെയ്യുന്നത്. ഇഫ് ഐ നീഡ് എ ഹൈ എമൗണ്ട് ഓഫ് ഓപ്പോസിറ്റ് magnetizing field required to completely destroy the magnetization of the core, I'll say that there's a high coercivity for that material. Permanent magnets ഒക്കെ high coercivity വേണ്ടതാണ്. ഒരു പെർമനന്റ് മാഗ്നറ്റിനെ ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് എക്സ്റ്റേണൽ ഫീൽഡ് കൊടുത്തിട്ട് അതിനെ മാഗ്നറ്റൈസ് ചെയ്ത് അതിന് സ്ട്രോങ് മാഗ്നറ്റൈസേഷൻ ഡെവലപ്പ് ചെയ്ത് ഞാൻ മാഗ്നറ്റൈസിങ് ഫീൽഡ് വിത്ഡ്രോ ചെയ്താൽ അതിൽ എന്തുണ്ടാവും? വളരെ സ്ട്രോങ് ഹൈ റിറ്റൻറ്റിവിറ്റി ഉണ്ടാവും പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ. അപ്പോൾ അതിൽ ഒരു ഹൈ മാഗ്നറ്റൈസേഷൻ നിലനിൽക്കുന്നുണ്ടാവും. ആ മാഗ്നറ്റൈസേഷൻ എളുപ്പം നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല.
വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാഗ്നറ്റൈസിങ് ഫീൽഡ് കിട്ടിയാൽ മാത്രമേ അത് നഷ്ടപ്പെടാൻ പാടുള്ളൂ. അത് പെർമനന്റ് മാഗ്നറ്റിന്റെ കേസ്. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റ് അങ്ങനെ പെർമനന്റ് ആയി മാഗ്നറ്റൈസേഷൻ നിലനിൽക്കേണ്ട ഒരു കാര്യമല്ല, അങ്ങനത്തെ ഒരു മെറ്റീരിയൽ അല്ല. എനിക്ക് കൺട്രോളബിൾ ആയിട്ടുള്ള, എനിക്ക് റെഗുലർലി ചേഞ്ച് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും പറ്റുന്ന ഒരു മാഗ്നറ്റൈസേഷൻ ഡെവലപ്പ് ചെയ്യേണ്ട സാധനമാണ് ഒരു ഇലക്ട്രോ മാഗ്നറ്റിന്റെ കോർ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഷുഡ് ബി വെരി മച്ച് കൺട്രോളബിൾ. അപ്പോൾ ലോ റിറ്റൻറ്റിവിറ്റിയും ലോ കോഴ്സിവിറ്റിയാണ് അതിന് വേണ്ടത്. പെട്ടെന്ന് തന്നെ ഞാൻ മാഗ്നറ്റൈസേഷൻ പിൻവലിച്ചാൽ അത് മാഗ്നറ്റൈസേഷൻ കംപ്ലീറ്റ് ആയിട്ട് ലോസ് ആവണം. ഞാൻ എക്സ്റ്റേണൽ മാഗ്നറ്റൈസിങ് ഫീൽഡ് പിൻവലിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാഗ്നറ്റൈസേഷൻ നഷ്ടപ്പെടണം എന്ന് മാത്രമല്ല, വളരെ ചെറിയ എക്സ്റ്റേണൽ ഓപ്പോസിറ്റ് മാഗ്നറ്റൈസിങ് ഫീൽഡ് മാത്രം മതിയാവണം അതിനെ സീറോ മാഗ്നറ്റൈസേഷനിൽ എത്തിക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഓപ്ഷൻ ബി ഈസ് the correct answer. Now, question number 55. If a diamagnetic substance is brought near north or south pole of a bar magnet, it then നോക്കൂ, ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ്റെ അതേ കോൺസെപ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് ഫ്രം സ്ട്രോങ് റീജിയൻ ടു വീക്ക് റീജിയൻ ആണ് മൂവ് ചെയ്യുക. നമുക്കൊരു ബാർ മാഗ്നറ്റിൻ്റെ പോൾസിൽ വളരെ സ്ട്രോങ് ഫീൽഡുള്ള റീജിയൻ ആയിരിക്കും. അപ്പോൾ പോൾസിൽ സ്ട്രോങ് ഫീൽഡ് ആയതുകൊണ്ടും പോൾസിന് എവേ താരതമ്യേന വീക്കർ ഫീൽഡ് ആയതുകൊണ്ടും ഡയമാഗ്നറ്റിക് സബ്സ്റ്റൻസ് സ്ട്രോങ്ങർ ടു വീക്കർ മൂവ്മെൻറ്റ് കാണിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പോൾസ് എവേ ആയിട്ടാണ് പോവുക. വെൻ ദേ ആർ ബ്രോട്ട് ക്ലോസ് ടു ദ പോൾസ് ദേ ഗെറ്റ് റിപ്പൽഡ് ബൈ ദ പോൾസ്. So for diamagnetic materials, they get repelled by the poles. നേരെ തിരിച്ച് പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന് പോൾസിലേക്ക് അട്രാക്ഷൻ ആണ് വരിക എന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. കാരണം അവർ മൂവ് ചെയ്യുക വീക്കർ റീജിയൻ ടു സ്ട്രോങ്ങർ റീജിയൻ ആണ്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ്. വിൽ നൗ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Now, question 56. Two equally charged identical metal spheres A and B repel each other with a force 3 × 10⁻⁵ Newton. Another identical uncharged sphere C is touched with A and then placed at the midpoint between A and B. The net force on C is. Initially, there are two spheres. This is A, this is B. രണ്ടാൾക്കും Q amount of charge ആണുള്ളത്. ഇവർ തമ്മിലുള്ള സെപ്പറേഷൻ R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവർക്കിടയിലുള്ള ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ is KQ² divided by R², and അത് തന്നിരിക്കുന്നത് 3 × 10⁵ ആയിട്ടാണ്. 3 × 10⁻⁵ ആയിട്ടാണ്. ഓക്കെ, അത്രയും ന്യൂട്ടൺ ആണ്. നൗ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഇസ് സി എന്നുള്ളൊരു സ്ഫിയറിനെ എ എന്നുള്ള സ്ഫിയറായിട്ട് കോൺടാക്റ്റിൽ കൊണ്ടുവരും. അയാൾക്ക് ചാർജ് ഒന്നുമില്ല, സിക്ക് ചാർജ് ഒന്നുമില്ല, ഐഡൻറ്റിക്കൽ സ്ഫിയർ ആണ്. ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള അൺചാർജ് സ്ഫിയർ സി എനോട് കോൺടാക്റ്റിൽ വരുമ്പോൾ എൻ്റെ ചാർജ് ഈക്വലി രണ്ട് സ്ഫിയറിലും ഡിവൈഡ് ആയി പോകും. സോ നൗ വാട്ട് ഹാപ്പൻസ് ഹിയർ ഇസ് ഈ സി എന്നുള്ള പുതിയ സ്ഫിയറിനെ എൻ്റെയും ബിൻ്റെയും നടുക്ക് കൊണ്ട് വെക്കുക ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ ദിസ് ഇസ് സ്ഫിയർ എ നാവും. ഇതിലിപ്പോൾ Q/2 ചാർജ് ഉണ്ടാവുള്ളൂ, കാരണം ബാക്കി Q/2 സിയിലേക്ക് പോയിട്ടുണ്ടാവും. നാവും R ദൂരം അകലെ ബി ഇരിക്കുന്നുണ്ട്, അതിൽ Q ചാർജ് തന്നെ ഉണ്ട്, കാരണം അതിൽ ചാർജ് ഒന്നും ഷെയർ ചെയ്ത് പോയിട്ടില്ല. നടുക്ക് കറക്റ്റ് R/2 ദൂരത്ത് രണ്ടാളിൽ നിന്നും R/2 അകലത്തായിട്ട് സി എന്നുള്ള സ്ഫിയർ ഉണ്ട്. അതിൽ Q/2 ചാർജാണുള്ളത്. എന്ന് ഷെയർ ആയി കിട്ടിയ പകുതി ചാർജാണ് അതിൻ്റെ അകത്തുള്ളത്. ഇനി സിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. സിക്ക് രണ്ട് ഭാഗത്ത് നിന്ന് ഫോഴ്സ് ഉണ്ടാവും. ബി ഒരു റിപ്പൾഷൻ കൊടുക്കും, ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ സി ഡ്യൂ ടു ബി. ആ റിപ്പൾഷൻ ഇടത്തോട്ടാണ് ഉണ്ടാവുക, കൃത്യമായിട്ട് ഓർക്കുക അതിൻ്റെ അകത്തുനിന്ന്. ആൻഡ് ദാറ്റ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു K × Q1 Q2. ഇവിടെ Q/2 ആണ് സിൻ്റെ ചാർജ്, ബിൻ്റെ ചാർജ് Q ആണ്. സോ വി ഹാവ് Q²/2 വരും, Q/2 × Q ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ സ്ക്വയർ ഇസ് R/2² വരും. ഇത് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ മുകളിലൊരു 1/2ൻ്റെ ഫാക്ടർ ഉണ്ട്, താഴെ ഒരു 1/4ൻ്റെ ഫാക്ടർ ഉണ്ട്. അപ്പോൾ താഴെ ഒരു 1/2 മാത്രം ക്യാൻസലേഷന് ശേഷം അവശേഷിക്കുന്നത് കൊണ്ട് ദിസ് ബിക്കംസ് 2K Q²/R². And you know that K Q²/R², 3 × 10⁻⁵ Newton ആണെന്ന് അറിയുന്നതുകൊണ്ട് this becomes 6 × 10⁻⁵ Newton. That is force on C due to B. അത് ലെഫ്റ്റിലേക്കാണ്, റിപ്പൾഷൻ ആണ്. ദാ ഇങ്ങനെ ബി സിനെ ഇങ്ങോട്ടാണ് റിപ്പൽ ചെയ്ത് കളയുക. Now this is FCB. Now A എന്നുള്ള സ്ഫിയറും ബിനെ റിപ്പൽ ചെയ്യുന്നുണ്ട് ടു ദ റൈറ്റ്, that is
സി എ ആണ്. എഫ് സി എ എത്രയാണ് വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that will be k into product of charges, that is q square by 2 square വരും, കാരണം q by 2 into q by 2 divided by separation square is r by 2 square. മുകളിൽ നിന്ന് 1 by 2 square താഴെ നിന്ന് 1 by 2 square പോകുന്ന സമയത്ത് this will boil down to k into q square divided by r square, and that you know is 3 into 10 raised to minus 5 Newton. Now the difference here will be 3 into 10 raised to minus 5 Newton, കാരണം ഒരാൾ റിപ്പൾഷൻ ലെഫ്റ്റിലേക്കാണ് പുഷ് ചെയ്യുന്നത്, എഫ് സി ബി ലെഫ്റ്റിലേക്കാണ്, എഫ് സി എ റൈറ്റിലേക്കാണ്. സോ നെറ്റ് ഫോഴ്സ് ലെഫ്റ്റിലേക്കാണ് ഉണ്ടാവുക, കാരണം കൂടുതൽ ലെഫ്റ്റിലേക്കാണ് ഫോഴ്സ് ഉള്ളത്. വിന്നിംഗ് ഫോഴ്സ് ഇസ് 6 into 10 raised to minus 5 and losing force is 3 into 10 raised to minus 5. So the net force is 3 into 10 raised to minus 5 to the left. The correct option is option D. Now, moving on to the next question. In the figure, a capacitor is filled with dielectrics as shown in the figure. The resultant capacitance is, നോക്കൂ, രണ്ട് പോയിന്റ്സ് ഇവിടെ ഉണ്ട്. ഈ രണ്ട് പോയിന്റിലേക്കുള്ള റിസൾട്ടന്റ് കപ്പാസിറ്റൻസ് ആണ് കാണേണ്ടത്. അപ്പർ ഹാഫ് K3 ഡയലക്ട്രിക്കുള്ള മെറ്റീരിയലാണ് ഫില്ല് ചെയ്തിരിക്കുന്നത്. ലോവർ ഹാഫ് രണ്ട് മെറ്റീരിയൽ ഉണ്ട്, ഒന്ന് K1 ഒന്ന് K2. Now basically this is a combination. now ഇത് ഒരു C3 മുകളിലും താഴെ ഒരു C1 C2 സീരീസിലും നിൽക്കുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് വരിക എന്ന് പറയുന്നത് C3 is parallel to the series combination of C1 C2. So that is C3 plus C1 C2ൻ്റെ സീരീസ് കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് വരിക C1 C2 divided by C1 plus C2. Now C3 എത്രയാണ്, C1 എത്രയാണ്, C2 എത്രയാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക. അപ്പോൾ അത് പ്രോബ്ലം കുറച്ചുകൂടി ഈസി ആവും. C1 will be epsilon naught into area divided by separation between the plates that multiplied with the dielectric constant of the medium. So C1 വരിക K1 into epsilon naught A by 2. നോക്കൂ, ഈ പ്ലേറ്റിൻ്റെ ഏരിയ, ഇത്രയും പോർഷൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ A by 2 ആണ്. ഡയഗ്രത്തിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത്. ഡിവൈഡഡ് ബൈ സെപ്പറേഷൻ ബിറ്റ്വീൻ, ഈ ഒരു ചെറിയ റീജിയൻ്റെ സെപ്പറേഷൻ എന്ന് പറയുന്നത് മൊത്തം ഡി ആണെങ്കിൽ അതിൻ്റെയും കൂടെ പകുതിയാണ് സി, ഡി ബൈ 2 ആണ്. ദാറ്റ് ഈസ് ബേസിക്കലി K1 epsilon naught A by T. Okay. Now similarly C2 will be equal to, അതേ കോൺഫിഗറേഷൻ, അതേ അറേഞ്ച്മെൻ്റ് ആണ്, അതേ ഡയമെൻഷൻസ് ആണ്. C2 will be equal to K2 epsilon naught A by D. Now C3യിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. C3 is equal to epsilon naught into, അതിൻ്റെ പുറത്ത് ഡയലക്ട്രിക് കോൺസ്റ്റന്റ് മറക്കരുത്, K3 into epsilon naught into area of the plate again is A by 2 divided by separation, ആ ഒരു അപ്പർ പാർട്ടിൽ സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ D ആണ്. So that is K3 epsilon naught A by 2D. Now ഇനി ഈ ഡേറ്റ വെച്ചിട്ട് we can fill this answer and അത് rearrange ചെയ്യുമ്പോൾ we'll get the final answer. Let's see how it works out. C3ൻ്റെയും C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. Now so we have finally C3 plus C1 C2 divided by C1 plus C2 will be 2, or basically K3 epsilon naught A divided by 2D plus C1 C2 will be K1 epsilon naught A by D into K2 epsilon naught A divided by D divided by K1 epsilon naught A by D plus K2 epsilon naught A divided by D. Let's see how the simplification goes further. We have K3 epsilon naught A divided by 2D plus, ഇതിൻ്റെ അകത്ത് എപ്സിലോൺ എ ബൈ ഡി ഈ രണ്ട് ടേമൊന്നും എടുത്തിട്ട് ഒരെണ്ണം ക്യാൻസൽ ഓഫ് ചെയ്ത് പോകാൻ പറ്റും. സോ വാട്ട് റിമെയിൻസ് ദെയർ ഇസ് വി ഹാവ് K1 K2 epsilon naught A divided by D into K1 plus K2. ഇതാണ് ഈ ടേമിൻ്റെ സിംപ്ലിഫിക്കേഷൻ വരിക. സോ വെൻ ഐ ടേക്ക് വാട്ട് എവർ ഐ ഹാവ് ഇൻ കോമൺ, epsilon naught A by D പുറത്ത് കോമൺ ആയി എടുക്കുമ്പോൾ what I have then is K1 K2 divided by K1 plus K2
plus K3 divided by 2. So this is my final answer. Let me check that, or let me cross check that with the options. What I have is option D is exactly matching with this. Epsilon naught A divided by D into, within the brackets we have K1 K2 by K1 plus K2 plus K3 by 2. And option D is our correct option. That's how we solve it. So please understand that this combination, this arrangement can be represented as a series and parallel arrangement of capacitors. You can easily identify the separation D, you can easily identify the area A for each component, and then you can do the series and parallel combinations, and you can find the answer very easily. Now, 58. The battery of a trunk has an EMF 24 volt. If the internal resistance of the battery is 0.8 ohm, what is the maximum current that can be drawn from the battery? So we have a battery here. In the battery we have an EMF source and we have an internal resistance small r, and that is 0.8. So this is 0.8 ohm here. And then we have the EMF of this battery is 24 volt. I connect this to a load resistor, and the current that is drawn from the battery is basically the EMF, that is 24 divided by the net resistance, that is R plus small r, if this is the load resistance here. This is basically E divided by R plus small r. Now this current gets maximum when the load resistance goes to 0. In that case, I max will be equal to E divided by small r, that is 24 divided by 0.8, and that is 30 amps. That's how you solve it. So that is the answer. Option A is the correct one. Now, question 59. 5 equal resistances of 10 ohm are connected between A and B as shown in the figure. The resultant resistance is. Now there is something very interesting about this figure here. This point is shorted with B, and it means that basically this end here joins up with this point B here, which means the 10 ohm resistor in the middle here has one end fixed at B. So please understand that. And this pair here of two 10 ohm resistors here, that combination in total, അതായത് ഈ 10 ഓമിന്റെ രണ്ട് പാർട്സും കൂടെ ചേർത്ത് വെച്ചതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്, ഇതിന്റെ കോമ്പിനേഷൻ 20 ഓം ആണല്ലോ വരിക, വളരെ സിമ്പിൾ അല്ലേ? ഇതും 20 ഓം ആണ് വരിക, അതും വളരെ സിമ്പിൾ ആണ്. ഈ 20 ഓമിന്റെ ഒരു എൻഡ് ഈ 10 ഓമിന്റെ ഒരു എൻഡിലാണ്, മറ്റേ എൻഡ് ബിയിലാണുള്ളത്. വളരെ ക്ലിയർ ആണ് ഇതിൻ്റെ അർത്ഥം. നോക്കൂ, ഈ കോമ്പിനേഷന്റെ ഒരു എൻഡ് ഈ പറയുന്ന 10 ഓമിന്റെ വൺ സൈഡിലും മറ്റേ എൻഡ് ബിയിലുമാണ്. ആ ബി എന്നുള്ളത് 10 ഓമിന്റെ ഒരു സൈഡിലേക്ക് ഷോർട്ടഡ് ആണ്. ഇറ്റ്സ് വെരി ഈസി. സിമിലർലി ഈ 20 ഓമിന്റെ ഒരു സൈഡ് ഈ 10 ഓമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിലാണ്. ദിസ് ഇസ് ദ 10 ഓം ഓപ്പോസിറ്റ് സൈഡിലാണ്. ആൻഡ് ആ 20യുടെ മറ്റേ എൻഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജംഗ്ഷനിൽ ഷോർട്ടഡ് ആണ്, വേർ the other 20 ohm is connecting with the 10 ohm resistor. So this is basically something like this. This is what we have. So 1 by R effective will be equal to 1 by 10 plus 1 by 20 plus 1 by 20. ഇത് റീഅറേഞ്ച് ചെയ്ത് വരയ്ക്കാൻ പറ്റുക, എവിടെയാണ് ഷോർട്ട് എന്ന് മനസ്സിലാക്കുക, ഏതൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾക്ക് മെർജ് ചെയ്യാൻ പറ്റുക എന്ന് മനസ്സിലാക്കുക, അങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുക. This will be LCM is 20. We have 2 plus 1 plus 1. That is 1 by R effective, which means we have 20 by 4 or 4 by 20 is 1 by R effective, which means R effective is 20 by 4, or that is 5 ohm. So correct answer here is B, 5 ohm. So please understand that. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ ഈ റീജിയൻ ഒന്ന് ഇറേസ് ചെയ്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ ഷോർട്ടിങ് എവിടെയാണ് വരുന്നത് എന്നുള്ളത് മാത്രം ഒന്ന് പറഞ്ഞുതരാം. നോക്കൂ, ഇതൊരു 20 ഓം ആണ്. ഈ 20 ഓമിൻ്റെ ഒരു എൻഡ് ബിയിലും ഒരു എൻഡ് ഈ നടുക്കിരിക്കുന്ന, നമുക്ക് നടുക്കിരിക്കുന്ന 10 ഓമിനെ ബേസ് ചെയ്ത ആൾക്കാരെ എഴുതി തുടങ്ങാം. നടുക്കിലുള്ള 10 ഓം ആണെന്നെങ്കിൽ അതിൻ്റെ ഒരു എൻഡിലാണ് ആ 20 ഓമിൻ്റെ ഈ പറഞ്ഞ 20 ഓം സെറ്റിൻ്റെ ഒരു ലെഗ് ഇരിക്കുന്നത്, മറ്റേ ലെഗ് ഇരിക്കുന്നത് ബിയിലാണ്. ഓക്കെ, ആ മറ്റേ ലെഗ് ഇരിക്കുന്നത് ബിയിലാവുമ്പോൾ അതേപോലെ തന്നെ ഈ 10 ഓമിൻ്റെ
ഒരു ലെഗ് ഇരിക്കുന്നതും ബിയിലാണ്. സോ ഇറ്റ്സ് ബേസിക്കലി ഇത് രണ്ടും പാരലാണെന്ന് മനസ്സിലാക്കാം. ഈ പോർഷൻ 20 ഓം 10 ഓം. അതേപോലെ തന്നെ ഈ 10 ഓമിന്റെ ഒരു എൻഡിലാണ് ഈ 20യുടെ ഒരു ലെഗ് ഇരിക്കുന്നത്. ആൻഡ് ദാറ്റ് സൈഡ് ഇസ് എ. മറ്റേ ലെഗ് ഇരിക്കുന്നത് എന്താ പറയുക, ബിനോട് ഷോർട്ട് ചെയ്തിട്ടുള്ള പോയിന്റിലാണ്. ദാറ്റ് ഇസ് വേർ വി ഹാവ് ദിസ്. ഓക്കെ, അങ്ങനെയാണ് നമുക്കത് സീരീസ് ഏതാണ് പാരലൽ ഏതാണെന്ന് കിട്ടാൻ പറ്റുക. അപ്പോൾ അത് ഓർത്ത് വെക്കുക. നൗ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The deflection in moving coil galvanometer is reduced to half when it is shunted with a 40 ohm coil. The resistance of the galvanometer is. Now we have a galvanometer here and the resistance etra aikotte, I don't know the resistance, that is R. ഇത് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്ന് വിചാരിക്കുക. ആ ഡിഫ്ലക്ഷൻ നേരെ പകുതിയാവുന്നു, വേറൊരു റെസിസ്റ്റൻസ് അതിൻ്റെ പാരലൽ കണക്ട് ചെയ്യുന്നു. ദി ഓൺലി മീനിങ് ദാറ്റ് ദിസ് ക്യാൻ ഹാവ് ഇസ്, വന്ന ഐ, ഫുൾ ഡിഫ്ലക്ഷൻ കൊടുത്തിരുന്ന ഐ ഓർ എനി ഡിഫ്ലക്ഷൻ കൊടുത്തിരുന്ന ഐൻ്റെ പകുതി മാത്രമേ ഇപ്പം ആ സെക്കൻഡ് റെസിസ്റ്റർ കണക്ട് ചെയ്തതിന് ശേഷം ഗാൽവനോമീറ്ററിലൂടെ പോകുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഡിഫ്ലക്ഷൻ നേരെ പകുതിയായത്. ഡിഫ്ലക്ഷൻ നേരെ പകുതിയാവാൻ കാരണം എന്താ? ഇതിലൂടെ പോകുന്ന കറണ്ട് I/2 ആയതുകൊണ്ടാണ്. ഒബ്വിയസ്ലി മറ്റേ പകുതി I/2 ആ ഷണ്ടിൻ്റെ ആമിലൂടെ പോകുന്നുണ്ടാവും. നോക്കൂ, ഒരു റെസിസ്റ്റൻസ്, ഒരു ആമിലേക്ക് വരുന്ന കറണ്ട് രണ്ടായി ഡിവൈഡ് ചെയ്ത്, രണ്ടും ഈക്വലായി ഡിവൈഡ് ചെയ്ത് പോകണമെങ്കിൽ ആ രണ്ട് ആമിലെ റെസിസ്റ്റൻസും എക്സാക്ട്ലി ഈക്വൽ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും വരുന്ന ഇൻപുട്ട് കറണ്ട് രണ്ട് ആമിലൂടെയും ഈക്വലായി ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഈ രണ്ട് റെസിസ്റ്റൻസും, ഈ പറയുന്ന ഷണ്ട് വെച്ച റെസിസ്റ്റൻസും ഈ പറയുന്ന ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസും രണ്ടും, ഷണ്ട് റെസിസ്റ്റൻസും ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസും രണ്ടും സെയിം അല്ലെങ്കിൽ ഒരിക്കലും വന്ന ഐ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോവില്ല. വിച്ച് മീൻസ് വെരി ക്ലിയർലി ഗാൽവനോമീറ്ററിൻ്റെ അതേ റെസിസ്റ്റൻസ് ആയിരിക്കും മുകളിൽ വെച്ച ഷണ്ടിനും ഉണ്ടാവുക, അല്ലെങ്കിൽ ഷണ്ടിൻ്റെ അതേ റെസിസ്റ്റൻസ് 40 ഓം തന്നെയായിരിക്കും ഗാൽവനോമീറ്ററിലും ഉണ്ടാവുക. ഈ ഡിവിഷൻ്റെ ഐഡിയ മാത്രം മതി. യു ഡോണ്ട് ഹാവ് ടു യൂസ് ദ ഇക്വേഷൻ ഫോർ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ടു അമീറ്റർ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. ഇവിടെ ആകെ ഈ ഡിവിഷൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. സോ ദി ആൻസർ ഇസ് 40 ohms. കാരണം ഐ കറണ്ട് പോകുമ്പോൾ ഒരു ഡിഫ്ലക്ഷൻ തരുന്ന ഒരു ഗാൽവനോമീറ്ററിന് ഡിഫ്ലക്ഷൻ പകുതിയായിട്ടുണ്ടെങ്കിൽ കറണ്ടും പകുതിയായിട്ടുണ്ടാവും. വന്ന കറണ്ടിൽ നിന്ന് പകുതി മാത്രം ഗാൽവനോമീറ്ററിൽ പോവുകയും മറുപകുതി ഷണ്ടിലൂടെയും പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഷണ്ടിൻ്റെ റെസിസ്റ്റൻസും ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസും രണ്ടും ഈക്വൽ ആയിരിക്കും. ആ പോയിന്റ് ഒന്ന് മനസ്സിലാക്കാം. ആൻസർ ഇസ് 40 ohms. ദാറ്റ് ഇസ് 60.